റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെ, എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുന്നത് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സംസാരിക്കാത്ത ആൾക്കാര് നിങ്ങളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യുക. സാമുവലിനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സ്വാഗതം പറയാൻ ജേക്കബ് ജോൺ. സോറി ആണോ? അല്ല, ഞാൻ മോഡറേറ്റ് ചെയ്യാണ്. പിന്നെ സാം സ്വാഗതമാണ്. നമസ്കാരം, എൻ്റെ പേര് സാമുവൽ യോഹന്നാൻ. പലരും ഇതിനകത്ത് എന്നെ പരിചയമുള്ള അധികം ചിലരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ലാനയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ലാനയുടെ പ്രസിഡന്റ് ശങ്കർ മനയാണ്. ശങ്കർ മനയെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 3 പുസ്തകങ്ങൾ, അവരുടെ എഴുത്ത് അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്കാണ് എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. ആ 3 പേരെ പരിചയപ്പെടുത്തൽ ആവശ്യമില്ല, പരിചയപ്പെടുത്തേണ്ട പിന്നീട് ആയിക്കോളും. സാംസി കൊടുമൺ, നിർമ്മല മാലിനി എന്ന പേരിലാണ് എഴുതുന്നത്, മാലിനി, ബിജോ ചെമ്മാത്ര. ഈ 3 പേരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ പുസ്തകങ്ങളും അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന 3 പേരെയും, സിനി പണിക്കർ, ജെ മാത്യു സാറ്, ബാജി ഓടംവേലി, ഈ 3 പേരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, ഇനി കടന്നു വരാനിരിക്കുന്നവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ എഴുത്തനുഭവങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് കാതോർക്കാം. എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. അടുത്തതായിട്ടൊരു അധ്യക്ഷൻ്റെ 2 വാക്കാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷ പ്രസംഗം തന്നെ വളരെയധികം ഒന്നും സംസാരിക്കേണ്ടതില്ലെന്ന് കരുതുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ എൻ്റെ എഴുത്തുവഴികൾ എന്ന പരമ്പരയിലെ ആദ്യത്തെ പരിപാടിയാണിത്. ഈ വർഷവും അടുത്ത വർഷവും ഇതിൻ്റെ തുടർച്ച ഉണ്ടായിരിക്കുമെന്ന് ആദ്യമേ പറയട്ടെ. ഈ വർഷം സെപ്റ്റംബർ അവസാനത്തിലും ഈ പരമ്പരയിലെ 2ാമത്തെ പ്രോഗ്രാം ഭരണസമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നവംബർ 1, 2, 3 തീയതികളിൽ ന്യൂയോർക്കിലെ കേരള സെൻറ്ററിൽ വെച്ചിട്ട് ലാന സാഹിത്യോത്സവം നടക്കുന്നു. അതിന് ഒരുക്കങ്ങൾ നടന്നു വരുന്നു. രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഏറ്റവും വേഗം രജിസ്റ്റർ ചെയ്യുകയും ആവശ്യത്തിനനുസരിച്ച് മുറി ബുക്ക് ചെയ്യുകയും ചെയ്താൽ സംഘാടകർക്ക് പരിപാടി ഒന്ന് പ്ലാൻ ചെയ്യുന്നതിന് സൗകര്യമായിരിക്കും. അപ്പോൾ പരമാവധി വേഗം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനും ഞാൻ പറയുകയാണ്. ഈ വിശദ വിവരങ്ങൾ ലാന വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ രജിസ്ട്രേഷൻ കമ്മിറ്റി ചെയർ നിർമ്മല ജോസഫിനോടോ ജനറൽ കൺവീനർ ജേക്കബ് ജോണിനോടോ ചോദിച്ചിട്ട് അറിയാവുന്നതാണ്. ഇന്നിവിടെ തങ്ങളുടെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ശ്രീ സാംസി കൊടുമൺ, മാലിനി എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന ശ്രീമതി നിർമ്മല ജോസഫ്, ശ്രീ ബിജോ ചെമ്മാത്ര, അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ശ്രീ ജെ മാത്യൂസ്, ശ്രീ ബാജി ഓടംവേലി, ശ്രീമതി സിനി പണിക്കർ എന്നിവരെല്ലാവരെയും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. എന്തായാലും ഈ പ്രോഗ്രാം വളരെ നന്നായിട്ട് അതിൻ്റെ ചർച്ചകളോടുകൂടി തന്നെ നടക്കട്ടെ. സജീവമായി നിങ്ങളെല്ലാവരും ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ പരിപാടി മോഡറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർ ജേക്കബ് ജോണാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ശ്രീ ജോൺ. നന്ദി ശങ്കർ മന. ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് വളരെ വേഗത്തിൽ കിടക്കുകയാണ്. ഒട്ടും കൂടുതൽ സമയമെടുക്കുന്നില്ല. മുഴുവൻ സമയവും എഴുത്തുകാർക്കും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർക്കും കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നു. എഴുത്തുവഴികളിൽ ആദ്യം പദം ഊന്നുന്നത് നമ്മുടെ പ്രിയ എഴുത്തുകാരൻ സാംസി കൊടുമണ്ണാണ്. എല്ലാവരോടും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ശങ്കർജി ഒന്ന് മ്യൂട്ട് ചെയ്യേണ്ടി വരും. അവരെ ഷാജു ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. തുടങ്ങിക്കോളൂ ജേക്കബ്, ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ. എല്ലാവരും അവരുടെ ഒന്ന് സ്മരിക്കുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരുടെ ഇത് മ്യൂട്ട് ചെയ്യുക. ജോൺ പറഞ്ഞോളൂ. ഓക്കെ. നമുക്ക് ഏറെ ആദരണീയനായ ശ്രീ ജെ മാത്യു സാറാണ് സാംസി കൊടുമണിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ശ്രീ ജെ മാത്യു സാറിനെ കുറിച്ച്
ഒന്ന് രണ്ട് വാക്കുകൾ. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം, എന്നാലും ഞാനൊന്ന് ഔപചാരികപൂർവ്വം പറയുകയാണ്. അദ്ദേഹം നമ്മുടെ ഇടയിലുള്ള സീനിയർ മോസ്റ്റ് റൈറ്ററാണ്. ജനനി സാഹിത്യ മാസികയുടെ ചീഫ് എഡിറ്റർ, ഗുരുകുലം മലയാളം സ്കൂളിൻ്റെ സ്ഥാപക നേതാവും പ്രിൻസിപ്പളുമാണ്. അമേരിക്കയിലുള്ള പുതിയ തലമുറയെ മലയാളം അഭ്യസിപ്പിക്കുക എന്ന മഹത്തായ സേവനം ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ നടത്തുന്ന വ്യക്തിയാണ് ശ്രീ ജെ മാത്യു സാർ. വളരെ ആദരപൂർവം അദ്ദേഹത്തെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മൈക്ക് ജെ മാത്യു സാറിന് കൈമാറുന്നു. ഇത്തരം ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. വീഡിയോ ഒന്ന് ഓൺ ചെയ്തോളൂ ശ്രീജയ. ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഓക്കെ, സോറി. ഓക്കെ, ഗോ അഹെഡ്. ഒരുപക്ഷെ വീഡിയോയും ആകപ്പാടെ എല്ലാം തന്നെ നിന്ന് പോകാൻ എളുപ്പമുണ്ട്. ഓക്കെ, നോ വറീസ്, ഗോ അഹെഡ്. ഇവിടെ മഴയേക്കാൾ കൂടുതൽ കാറ്റാണ്. എൻ്റെ വെണ്ടയെല്ലാം താഴ്ന്ന് താഴെ പടഞ്ഞു കിടക്കാണ്. ആ ഒരു വിഷമമുണ്ട് മനസ്സിൽ. എന്തായിരുന്നാലും ഇത്തരം ഒരു സംരംഭം രൂപീകരിച്ച ലാനായുടെ പ്രവർത്തകരെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. ലാനായുടെ ഇപ്പോഴത്തെ കമ്മിറ്റി വളരെ സർഗശേഷിയുള്ള കമ്മിറ്റിയാണ്. അതിൻ്റെ പ്രസിഡന്റ് തൊട്ട് എല്ലാ ആളുകളും ആദരവ് അർഹിക്കുന്ന എഴുത്തുകാരും പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളവരും ഒക്കെയാണ്. പ്രസിഡന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നോവലിസ്റ്റാണ്, കഥാകാരനാണ്, സംസാരിക്കുമ്പോൾ സമയത്തിൻ്റെ കാര്യത്തിൽ ലുപ്തനാണ്, പക്ഷേ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം കരുത്തുള്ളവരുമാണ്. സാംസിയെ പറ്റി ഒരു കാര്യം സാമുവൽ യോഹന്നാനെ പറ്റി ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം സാഹിത്യത്തിൻ്റെ പഴമയിൽ ചുവട് ഉറപ്പിച്ചു നിന്നുകൊണ്ട് ആനുകാലിക സാഹിത്യകാരന്മാരെ അങ്ങേയറ്റം ആസ്വദിക്കാൻ കഴിവുള്ള ഒരു സന്മനസ്സാണ്. പിന്നെ ലാനായിലുള്ള മുഴുവൻ ആളുകളും എഴുത്തുകാരാണ്. പിന്നെ മറ്റൊരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള 3 കൃതികളുടെ കർത്താക്കന്മാരും ബിജോ ചമാന്തറ, സാംസി കൊടുമൺ, മാലിനി, ഇവരുടെയൊക്കെ കഥകള് ജനനി മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷമുണ്ട്. ഇനി ഈ കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് സാംസി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സാംസി ലാനായുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ്. 2009, 2011 ലാനയുടെ സെക്രട്ടറി ആയിരുന്നു. 2013, 2015 ലാനായുടെ ആരംഭത്തിൽ ട്രഷറായിരുന്നു. പിന്നെ ഫൊക്കാന, ജനനി തുടങ്ങിയ കഥാമത്സരങ്ങളിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിനോടകം അദ്ദേഹം 6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 നോവലും 3 ചെറുകഥാ സമാഹാരങ്ങളും. രാത്രി വണ്ടിയുടെ കാവൽക്കാരൻ, യശമേലിൻ്റെ സങ്കീർത്തനം, വെനീസിലെ പെൺകുട്ടി, ഇതാണ് കഥാസമാഹാരങ്ങൾ. പ്രവാസികളുടെ 1-ാം പുസ്തകം, മോശയുടെ വഴികൾ, ഉഷ്ണക്കാറ്റ് വിതയ്ക്കുന്നവർ, ഇതാണ് നോവലുകൾ. സാംസിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരേ വേദിയിൽ ഒരേ സമയം 3 പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രകാശനം ചെയ്തു എന്ന പ്രത്യേകത അദ്ദേഹത്തിനുള്ളതാണ്. ഇനി എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് സാംസി കൊടുമൺ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന സാമുവൽ മത്തായിയുടെ വെനീസിലെ പെൺകുട്ടി എന്ന ചെറു കഥാസമാഹാരത്തെ പറ്റിയാണ്. 16 കഥകളുണ്ട് ഈ സമാഹാരത്തിൽ. ഈ ഓരോ കഥകളും പ്രത്യേകം ഇതിവൃത്തങ്ങളെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ നേരിട്ട് കണ്ട സംഘർഷവും വേദനയുമാണ് മിക്ക കഥകളിലെയും ഇതിവൃത്തം. ആനുകാലിക സംഭവങ്ങളിൽ കാണുന്ന വഞ്ചന കഥാകൃത്തിനെ അങ്ങേയറ്റം രോഷം കൊള്ളിക്കാറുണ്ട്. സംഘടിത ശക്തികൾ, അത് മതങ്ങളാകട്ടെ രാഷ്ട്രീയമാകട്ടെ, അവർ കാണിക്കുന്ന കാപട്യങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ സാംസി പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. പ്രവാസിയുടെ ആത്മനിർഭരത്തിൽ
ഒരിക്കലും ഉണങ്ങാത്ത മുറിവിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന രക്തത്തിൽ തൂലിക തൊട്ടാണ് അദ്ദേഹം കഥ എഴുതാറുള്ളത്. ഈ കഥകളിൽ പലതും പ്രധാനപ്പെട്ടതാണ്. അധികവും രാഷ്ട്രീയ കഥകളും മതപരമായ വിമർശനവുമാണ്. ഒരു പ്രത്യേക കഥയെപ്പറ്റി പറഞ്ഞാൽ ഇങ്ങേയറ്റം ക്രിസ്തുവിന്റെ ജന്മത്തെപ്പോലും യൂദാസിനെ കൊണ്ട് മറിച്ചെഴുതിപ്പിക്കുന്ന പ്രത്യേകത കഥകളിൽ കാണാം നമുക്ക്. അത്താഴവിരുന്നിലെ ഒറ്റുകാരൻ എന്ന കഥയിൽ. അതോടൊപ്പം തന്നെ കാലികളുടെ ലോകം അസാധാരണമായൊരു കഥയാണ്. ആ കഥയിൽ അദ്ദേഹം ആനുകാലികമായ രാഷ്ട്രീയ മത പരിതസ്ഥിതികളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ദയനീയമായ അതിൻ്റെ അന്ത്യം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധേയമാണ് ആ കഥ. മറ്റൊന്ന്, ആ കഥയിൽ തന്നെ, കാലികളുടെ ലോകം എന്ന കഥയിൽ തന്നെ അദ്ദേഹം മലയാളത്തിലെ സാഹിത്യകാരന്മാരെ ഒന്ന് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതായത് അതിലെ റോസി എന്ന കഥാപാത്രം വായിക്കുന്നത് മുട്ടത്ത് വർക്കിയുടെ പാടാത്ത പൈങ്കിളിയും മറ്റുമാണ്. അപ്പോ സാംസി ഭംഗ്യന്തരണ പറയുന്നു, മുട്ടത്ത് വർക്കിയുടെ കഥകള്, അതായത് പണക്കാരനായ നായകനും പണക്കാരി അല്ലാത്ത നായികയും, അല്ലെങ്കിൽ പണക്കാരിയായ നായികയും പണക്കാരനല്ലാത്ത നായകനും, ഏത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിച്ചിട്ടാൽ കഥയായി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉറൂബിനെയും എസ് കെ പൊറ്റക്കാടിനെയും ബഷീറിനെയും MTയെയും ഒക്കെ അദ്ദേഹത്തിന്റെ കഥയിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തിന്, കാരൂരിന്റെ പൂവൻ പഴം പോലും സാംസി അദ്ദേഹത്തിന്റെ കഥയിൽ കൊണ്ടുവരുന്നു. പൗരോഹിത്യത്തെ അങ്ങേയറ്റം അമ്പെയ്ത് അദ്ദേഹം വീഴ്ത്താറുണ്ട്. മഹാപുരോഹിതന്റെ എല്ലാവിധ കുതന്ത്രങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതിൽ അദ്ദേഹം പല കഥകളിലും വ്യഗ്രത കാണിച്ചിട്ടുണ്ട്. എനിക്കൊരു സംശയമുള്ളത്, ഏറ്റവും കൂടുതൽ പൗരോഹിത്യത്തെ എതിർത്തിട്ടുള്ള മലയാള സാഹിത്യകാരന്മാരിൽ ഒരാളാണ് പൊൻകുന്നം വർക്കി. പക്ഷെ വർക്കി പോലും 1-2 വേളകളിൽ നല്ല പുരോഹിതന്മാരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് വഴി തുറന്നു എന്ന നാടകത്തിൽ, മറ്റൊന്ന് ചലനം എന്ന നാടകത്തിൽ. പക്ഷെ സാംസി ഉടനീളം സഞ്ചരിച്ചിട്ട് ഒരു നല്ല പുരോഹിതനെ പോലും, ഒരു കൊച്ചച്ഛനെ പോലും കാണിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നൊരു സംശയമുണ്ട്. അത് സാംസി വിവരിക്കും എന്നെനിക്കറിയാം. അതോടൊപ്പം തന്നെ പ്രത്യയശാസ്ത്രം മനുഷ്യരെ പരസ്പരം വെറുപ്പിക്കാൻ മാത്രം ഉപകരിക്കുന്നതാണ് എന്ന് അദ്ദേഹം ഒരു കഥയിൽ പറയുന്നുണ്ട്, പല കഥകളിലും പറയുന്നുണ്ട്. പക്ഷേ പ്രത്യയശാസ്ത്രം ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ എന്തുകൊണ്ട് അദ്ദേഹം ഒരു കഥയിലും കാണിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. ഈ സംശയങ്ങൾക്കും മറ്റ് കഥകൾ ആവിഷ്കരിച്ചതിലും ഒക്കെ സാംസി മറുപടി പറയും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഉദയക്രിയ എന്ന കഥയിൽ അദ്ദേഹം ഇന്നത്തെ ചരിത്രം മാറ്റി എഴുതുന്ന സംഭവത്തെ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു ലൈബ്രറിയിൽ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിസ്വാർത്ഥമതികളും ആദർശധീരന്മാരുമായ കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്നുണ്ട്. ആ ചരിത്രം തിരുത്തി എഴുതി അവരെ തികച്ചും 2ാം തരം ആളുകളായി താഴ്ത്തുകയും അതോടൊപ്പം ഒറ്റുകാരും ഒളിച്ചോട്ടക്കാരും ആയവരെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്ന ആ ചരിത്രം തിരുത്തലും പല കഥകളിലും അദ്ദേഹം പറയുന്നു. ഇതാണ് പൊതുവെ ആ കഥകളെ പറ്റി പറയാനുള്ളത്. പൊതുവെ പറഞ്ഞാൽ ആത്മരോഷത്തിന്റെ തൂലികയാണ് സാംസിയുടെ കഥകൾ അധികവും. നന്ദി. താങ്ക് യു മാത്യു സർ. അടുത്തതായിട്ട് സാംസി കൊടുമൺ, താങ്കൾക്ക് മുന്നോട്ട് വന്ന് താങ്കളുടെ എഴുത്തു വഴികൾ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. താങ്ക് യു. എൻ്റെ എഴുത്തു വഴികളെ കുറിച്ച് പറയുമ്പോൾ ദിവ്യ സാമുവൽ എന്നാണ് കമ്പ്യൂട്ടറിൽ കാണുന്നത്. അതെൻ്റെ മോഡൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണ്. എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറ വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, എൻ്റെ എഴുത്തു വഴികളെക്കുറിച്ച് എന്നെ പരിചയപ്പെടുത്തിയ ശ്രീ ജെ മാത്യു സാറ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി.
എൻ്റെ കഥയെ അദ്ദേഹം വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് എനിക്ക് ബോധ്യമായത്. കരുതുന്നു എന്ന് പറയുന്ന വാക്ക് ശരിയല്ല, എനിക്ക് ബോധ്യമായത്. എൻ്റെ എഴുത്തു വഴികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ലാനായുടെ ഇപ്പോഴത്തെ ഭാരവാഹികളോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുവാനുണ്ട്. ഞങ്ങൾ മുൻ സെക്രട്ടറി എന്ന നിലയിൽ പല പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു, ലാനയിൽ നടപ്പാക്കണമെന്നും മറ്റും. ലാനയ്ക്ക് ആദ്യമായിട്ട് ക്യാഷ് പ്രൈസ്, പുസ്തകങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ഏർപ്പെടുത്തിയത് ഞങ്ങളുടെ ഭരണസമിതിയായിരുന്നു. അത് പിന്നെ എന്തുകൊണ്ടോ തുടർന്നു പോയില്ല. അപ്പോൾ പുതിയ ഭരണസമിതി അത് കൺസിഡർ ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ലാനയുടെ നല്ല നല്ല വിഷനുള്ള ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നോട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. അധികം വാചാലമായിട്ട് പറയുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം. പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടിയും പറയാം. എൻ്റെ എഴുത്തു വഴികൾ എന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി എന്ന് പറയാൻ പ്രയാസമാണ്. കാരണം വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു ഏകാന്ത വാസം അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നങ്ങൾ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പുരയിടത്തിലെ തെങ്ങിൻ്റെ മൂട്ടിലും പറങ്കാവിൻ്റെ മൂട്ടിലും ഒക്കെ പോയിരുന്ന് വെറുതെ ദിവ്യാസ്വപ്നങ്ങൾ കാണുക. അതിങ്ങനെ കൂട്ടി 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 മനസ്സിലിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് അത് വായനയിലേക്ക് വളർന്നപ്പോൾ കഥാപാത്രങ്ങൾക്കൊപ്പമായി. അങ്ങനെയാണ് എഴുത്തിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ വളർച്ച അല്ലെങ്കിൽ മനസ്സിൻ്റെ സഞ്ചാരത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ സ്കൂള് പഠനകാലങ്ങളിൽ കോളേജിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് സ്കൂൾ പഠനമെന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അധികം വിദ്യാഭ്യാസത്തിൻ്റെ ഭാരമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് സ്കൂൾ പഠനകാലത്ത് വായനയായിരുന്നു ഒരു വലിയ വലിയ റിലീഫ്. അതായത് എനിക്ക് കൈ കിട്ടുന്നത് എന്തും വായിക്കുക എന്നൊരു സ്വഭാവമുണ്ട്. അതായത് ഈ ലൈബ്രറിയിൽ, എൻ്റെ നാട്ടിൻപുറത്തെ എൻ്റെ ലൈബ്രറിയിൽ അന്ന് അക്കാലത്ത് ലഭ്യമായ എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർക്കണം എന്നൊരു വാശിയോടുകൂടി വായന ഒരു 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 ചിട്ടയോടുകൂടി കുറേയേറെ നടത്തിയിട്ടുള്ളത് കൊണ്ട് വായന അനുഭവങ്ങൾ കുറേയേറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗുരു എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ആരുമില്ല. ഞാൻ സ്വയം ഉണ്ടാക്കിയ എൻ്റെ അറിവുകളെ എൻ്റെ ഉണപ്പുള്ളൂ. ഈ എഴുത്തിൻ്റെ വഴികളിൽ എനിക്ക് പ്രധാനമായിട്ടും ഇത്രയും ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയാനുള്ളൂ. പിന്നീട് ഞാൻ കഥകളൊക്കെ എഴുതാൻ തുടങ്ങിയത് എൻ്റെ ഡൽഹി വാസകാലത്ത്. ഞാനൊരു ടെക്നിക്കൽ, അതായത് ഫോട്ടോഗ്രാഫി ടെക്നിക്കലായിട്ട് പഠിച്ചിട്ട് പിന്നെ ആ ഒരു ഫീൽഡിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഡൽഹിയിലെ എൻ്റെ ജീവിതം ഈ എഴുത്തിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കാരണം അവിടെ ധാരാളം ആളുകളുമായിട്ട് പരിചയപ്പെടാനും എഴുത്തുകാരുമായിട്ടും ഒക്കെ ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചു. എനിക്കൊരു നല്ല കൂട്ടുകാരൻ ഡൽഹിയിലുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും ചർച്ചകൾ നടത്താറുണ്ടായിരുന്നു. കാരണം കയ്യിൽ കിട്ടുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇടമറുകൻ്റെ കൂടെയൊക്കെ കുറേ കാലം വർക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുപോലെ മുകുന്ദനും പിന്നെ നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയനും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചെങ്കിലും കൂടുതൽ അടുത്തിടപെടാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപടി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് എഴുതാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, ഈ ഡൽഹിയിലെ ഈ ജ്യേഷ്ഠന്മാരുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ അവർക്ക് ധാരാളം പേപ്പർ അവർ ഓഫീസിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതുക, പിന്നെ പടം വരയ്ക്കുക, ഇങ്ങനെ നമ്മുടെ കലാപരിപാടികൾ ആ രീതിയിലാണ് തുടങ്ങി അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴേ. അപ്പം അത് എന്നിൽ എന്തോ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സാധിക്കും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വളർത്തി. അങ്ങനെ ഞാൻ 1-2 കഥകളൊക്കെ എഴുതി, ഒരു ചെറിയ നാടകം എഴുതി, ഒരു നോവൽ എഴുതി. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല കേട്ടോ. കാരണം അതൊന്നും പുറത്തു വരത്തക്ക ഗാംഭീര്യമുള്ളതായിരുന്നില്ല. അതായത് 10-20 വയസ്സിൽ എഴുതിയ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാത്യു സാർ പറഞ്ഞ എന്തുകൊണ്ടൊരു വൈദികനെ നന്നായിട്ട് അവതരിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ, എൻ്റെ ആദ്യത്തെ നോവലിലെ വൈദികൻ ഒരു കൊച്ചച്ഛനായിരുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ സഭയിലെ ആളുകൾ, സീനിയേഴ്സ് എല്ലാം കൂടി അവിടുന്ന് ഓടിക്കുന്ന ഒരു
കഥയാണ് ഞാൻ ആദ്യത്തെ നോവലായിട്ട് എഴുതിയത്. അതൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ നല്ല അച്ഛന്മാരെ നല്ലതായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടുമുട്ടിയ കുറേ വൈദികന്മാരുടെ വഷളത്തരങ്ങൾ അത് പുറത്ത് കാണിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് വൈദികരെയൊക്കെ ഞാൻ പിന്നീട് മറ്റൊരു ആംഗിളിൽ കാണാൻ തുടങ്ങിയത്. അപ്പം ഡൽഹിയിലെ എൻ്റെ ഈ സമയത്ത് ഞാൻ ഒരു കഥ എഴുതിയിട്ട് ജനയുഗം മാസികയ്ക്ക് അയച്ചു. അപ്പോൾ അവിടുന്ന് കാമ്പിശ്ശേരി കരുണാകരൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ എനിക്കൊരു കത്തെഴുതി, ഇത് കുറച്ചുകൂടെ നന്നായി എഴുതിയിരുന്നെങ്കിൽ പ്രസിദ്ധീകരണ യോഗ്യമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി വളരെ നന്നായിട്ട് വീണ്ടും എഴുതി കൊടുത്തു. അത് പിന്നെ അതിന് മറുപടിയും കിട്ടിയിട്ടില്ല, അത് പ്രസിദ്ധീകരിച്ചുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അതിന് എത്രമാത്രം വാല്യൂ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ ഒരു കത്ത് ഒരു പ്രചോദനം തന്നെയായിരുന്നു. അതും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. 45 വർഷത്തിന് മുമ്പുള്ള കഥയാണത്. പിന്നീട് ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ പ്രസിദ്ധീകരിക്കുന്ന കഥ എന്ന് പറയുന്നത് ഈ പെരുമ്പടവൻ ശ്രീധരൻ സാറ് ഒരു ലിറ്റിൽ മാഗസിൻ തുടങ്ങി. അതിൻ്റെ പേര് സംക്രാന്തി എന്നാണെന്ന് എൻ്റെ ഓർമ്മ. ആ സംക്രാന്തിയിൽ എൻ്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ചു. ഒരു കഥയെന്ന് പറയുമ്പോൾ മിനി കഥയാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ ശവപ്പെട്ടി പണിയുന്നവർന്നായിരുന്നു. അതായത് അച്ഛനും മകനും കൂടെ നടത്തുന്ന ഒരു ശവപ്പെട്ടി കടയിൽ ഒരു ശവപ്പെട്ടി മാത്രം ഏറെക്കാലമായിട്ട് വിൽക്കാതിരിക്കുന്നു. അതിന് കാരണം എന്താണെന്നറിയില്ല. അപ്പോൾ ഒരു ദിവസം ഈ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതിൻ്റെ അളവൊന്ന് എടുക്കാൻ വേണ്ടി അച്ഛൻ ഇതിനകത്തൊന്ന് കിടന്നു നോക്കിയാൽ നമുക്കറിയാം എന്താ ഇതിൻ്റെ കുഴപ്പമെന്ന്. അപ്പോൾ ആ അച്ഛൻ ആ ശവപ്പെട്ടിയിൽ കയറി കിടന്നപ്പോൾ മകൻ എത്രയും പെട്ടെന്ന് ആണിയെടുത്ത് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് ആണിയടിച്ചു, ശവപ്പെട്ടി അടച്ചു അതാണ് എൻ്റെ ആ കഥ. അതിന് ചില ഒത്തിരി അർത്ഥങ്ങളൊക്കെ ഉണ്ട് എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് എഴുതിയതാണ് അങ്ങനെ. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത്. പിന്നീട് കുറേ വർഷങ്ങൾ കുറേയേറെ എഴുതി, കുറേ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പിന്നെ ഡൽഹി വാസമൊക്കെ കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അമേരിക്കയിലെത്തി. പിന്നീട് എനിക്ക് എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു, ജീവിത സാഹചര്യങ്ങൾ. വളരെ വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിത സാഹചര്യങ്ങളിൽ കൂടി വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ എഴുതണം എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ വെമ്പല് നമ്മളെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. ഓരോ സമയങ്ങളിൽ ഞാൻ ജോലിയിലൊക്കെ ഇരുന്നിട്ട് ഓരോ കഥകൾ മനസ്സിൽ കൂടെ കടന്നു വന്നിട്ട് എനിക്കത് എഴുതണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ ഇരുന്നിട്ടും എഴുതാൻ പറ്റാതെ പോയി കഥകൾ ഒത്തിരിയേറെയുണ്ട്. അതായത് പുറത്ത് കാണാത്ത ഗർഭത്തിൽ തന്നെ അലസിപ്പോയ ഒത്തിരിയേറെ കഥകൾ ഉണ്ട്. പിന്നെ പുറത്തു വന്ന കഥകൾ ഒക്കെയും എൻ്റെ ജീവിത നിരീക്ഷണത്തിൽ കൂടി, എൻ്റെ അനുഭവങ്ങളിൽ കൂടി, എൻ്റെ കേട്ടറിവുകളിൽ കൂടി, കണ്ടറിവുകളിൽ കൂടി മാത്രമുള്ള കഥകളാണ്. അതായത് എനിക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും എന്താണ് ആ കഥയെന്ന്. അപ്പം അങ്ങനെ തികച്ചും അനുഭവങ്ങൾ കൂടി കണ്ട് പരിചയമുള്ള കഥകൾ മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എൻ്റെ നോവലുകളും അങ്ങനെയാണ്. എനിക്ക് എൻ്റെ എഴുത്തുവഴികളെ കുറിച്ച് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പിന്നെ പുസ്തകത്തിലെ ഒന്നോ രണ്ടോ കഥകൾ എടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം പറയാം. അതിന് എനിക്ക് തോന്നുന്ന സാമുവൽ യോഹന്നാൻ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ വേണോ അതോ അതിനെക്കുറിച്ച് വീണ്ടും പറയണം? ജെ മാത്യു സാറ് ഓൾറെഡി ഒരു ചോദ്യം ഉപയോഗിച്ചിരുന്നു, അച്ഛന്മാരുടെ കാര്യം. രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ജെ മാത്യു സാറ് ആദ്യത്തെ ചോദ്യം രാഷ്ട്രീയക്കാരുടെ അല്ലേ? അതെ. രാഷ്ട്രീയക്കാരുടെ എന്നുള്ളതല്ല, പ്രത്യയശാസ്ത്രരഹിതമായ ജീവിതം നയിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. പ്രത്യയശാസ്ത്രം എപ്പോഴും മനുഷ്യനെ അകറ്റി നിർത്തുന്നതാണ് എന്ന് പല കഥാപാത്രങ്ങളെ കൊണ്ടും പറയിപ്പിച്ചിട്ടുണ്ട്, അനുഭവം തെളിയിച്ചുകൊണ്ട് തന്നെ. അങ്ങനെ അല്ലാത്ത ഒരു കഥാപാത്രം അല്ല. പ്രത്യയശാസ്ത്രങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പ്രത്യയശാസ്ത്രങ്ങൾ അതിനകത്ത് നമ്മൾ ഈ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ പിടിവാശിയുള്ളവരുണ്ട്. അവരെയാണ് ഞാൻ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും മോശം സാധനമായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും മോശം സാധനമല്ല പ്രത്യയശാസ്ത്രം. പ്രത്യയശാസ്ത്രം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. എന്തെങ്കിലും ഒരു പോളിസി വേണ്ടേ നമുക്ക് ജീവിതത്തിൽ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ രീതിയിലല്ല അതിനെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ചില പ്രത്യയശാസ്ത്രങ്ങൾ രാഷ്ട്രീയക്കാരെ ഞാൻ നന്നായിട്ട് കുറ്റപ്പെടുത്തും. കാരണം എന്ന് വെച്ച് രാഷ്ട്രീയത്തിൽ നല്ല ആളുകളില്ല എന്നുള്ളത് കൊണ്ടല്ലല്ലോ.
നമ്മുടെ ചുറ്റും കാണുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ സാറ് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇപ്പൊ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമില്ലാതെ ഗാന്ധിജിയെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രത്തെ എനിക്ക് നല്ല ബഹുമാനമുള്ളതാണ്. നെഹ്റുവിന്റെ പ്രത്യയശാസ്ത്രത്തെ നല്ല ബഹുമാനമാണ് എനിക്ക്. അതുപോലെ EMSന്റെ പ്രത്യയശാസ്ത്രത്തോട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയ തൊഴിലാളികളോട് എനിക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉദയക്രിയ എന്ന കഥയിൽ തന്നെ ആ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഇതിനകത്തെ നായകൻ. അദ്ദേഹം പക്ഷേ രാഷ്ട്രീയത്തിൽ, അതായത് രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന രീതിയോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഉദയക്രിയയുടെ കഥയും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കഥ കൂടിയാണത്. അതിനകത്തെ രാഷ്ട്രീയക്കാരെ അതിനകത്തെ ആ നേതാവിനെ നല്ല രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പ്രത്യയശാസ്ത്രങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നവരോട് എനിക്ക് താല്പര്യമില്ല. അതുപോലെ വൈദികരെ കുറിച്ചുള്ള എഴുത്തും ആ രീതിയിൽ തന്നെയാണ്. വൈദികര് ദൈവസ്നേഹം പറയുകയും ദൈവസ്നേഹം ഇല്ലാതെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇതിനകത്ത് കാലൻ കോഴികൾ എന്ന കഥ അതിന് ഉദാഹരണം തന്നെയാണ്. അതായത് ഒരു വൈദികനാണ് മുൻകൈ എടുക്കുന്നത് ആ ഒരു മരിച്ച സ്ത്രീയെ പിന്നെ ശവപ്പറമ്പിൽ കയറ്റാതിരിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന ഒരു വൈദികനാണ്. അപ്പൊ ആ വൈദികന്റെ പ്രത്യയശാസ്ത്രത്തോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇതാണ് എനിക്ക് പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാട് എൻ്റേത്. പിന്നെ വേറെ എന്താ പറഞ്ഞ പിന്നെ സാർ പറഞ്ഞത് രാഷ്ട്രീയത്തിൻ്റെ അല്ലേ, വൈദികരെ, അത് രണ്ടും ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ 70കളിൽ 80കളിലൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ. നമ്മുടെ പിന്നെ സാഹിത്യത്തിന് വേണ്ടിയാണോ കലയ്ക്ക് വേണ്ടിയാണോ എന്നൊക്കെയുള്ള ഒരു ഒച്ചപ്പാടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നത്തെ ആ നിലപാടിൽ ഞാൻ സാഹിത്യത്തിന് വേണ്ടി മാത്രമല്ല എന്ന നിലപാടുകാരനാണ്. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ കഥകളിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശയപരമായ ഒരു കാഴ്ചപ്പാട് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സാർ പറഞ്ഞ ഈ താഴ്മേശയിലെ ഒറ്റുകാരനും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അത്. അപ്പം എല്ലാവർക്കും അതോട് യോജിക്കണമെന്നില്ല. തീർച്ചയായിട്ടും സാറേ, താങ്ക് യു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒന്നാമത്തെ കഥയായ തടാകക്കരയിലെ സാമുവല്, ചോദ്യങ്ങൾ നമ്മൾ ഏറ്റവും അവസാനം ചോദിക്കാമെന്നായിരുന്നു. അതിപ്പോ ചോദിക്കണോ എങ്ങനെയാണ്? അല്ല, ഓരോരുത്തരുടെ അങ്ങ് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതായിരിക്കും ശങ്കർജി. ഓക്കെ, എന്നാ പിന്നെ ആയിക്കോട്ടെ. അപ്പോ ഈ ഒന്നാമത്തെ കഥയില് സാറ് പറയുന്ന, അതായത് ദേശാടനക്കിളി, തടാകക്കരയിലെ ദേശാടനക്കിളിയും ജോർജ് ആറാമനും ഉദകക്രിയയിലും ഒക്കെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു ആളിനെയാണ് സാറ് പറയുന്നത്. എല്ലാം അവസാനം ഇങ്ങനെ അന്വേഷിച്ച് പോവുക. തടാകക്കരയിൽ അതിലും അങ്ങനെ തന്നെയാണ്. ജോർജ് ആറാമനിലും ഈ കഥാനായകൻ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഒരു പ്രായത്തിൻ്റെ ഇത് കഴിയുമ്പോൾ. ഉദകക്രിയയിലും അത് തന്നെയാണ്. ഈ ഗ്രാമത്തിൽ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ലൈബ്രറിയുടെ സൈഡിൽ ചെന്ന് കഴിയുമ്പം ഉള്ള വേദനയോടെ ലൈബ്രറിയെ നോക്കി നിൽക്കുക. അപ്പോൾ ഈ മതിലുകളൊക്കെ കെട്ടി. അപ്പോൾ എല്ലാ ആളുകളും ഇപ്പം ഇങ്ങനെ ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവം എന്നുള്ളത് സാറിൻ്റെ ഒരു ജീവിതാനുഭവമായി ബന്ധപ്പെട്ടാണോ ഈ 3 കഥകളിലും ഞാൻ കണ്ട കഥാപാത്രങ്ങൾ ഈ ഒറ്റപ്പെടൽ അനുഭവിച്ച് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതും പ്രായവും പറയുന്നുണ്ട് അതിൽ. ഏകദേശം ഒരു മധ്യവയസ്ക് കഴിഞ്ഞ വാർദ്ധക്യത്തിൻ്റെ സഹജമായ സാഹചര്യങ്ങളിലാണ് ഈ ഒറ്റപ്പെടലിലേക്ക് പോകുന്നത്. അത് സാറിൻ്റെ അനുഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ കഥകളിലെല്ലാം അങ്ങനെ ഒറ്റപ്പെടൽ കാണുമ്പോൾ. ആ കൂട്ടത്തിൽ തന്നെ പരിശുദ്ധ കുഞ്ഞപ്പിയും ഒറ്റപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് അവസാനം അവശേഷിക്കുന്നത്. ഈ 3 കഥകളിലും ഞാൻ കണ്ട മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. മൂന്ന് കഥകളിലും. അതിനകത്ത് പിന്നെ കുറേയൊക്കെ അതിഭാവുകത്വം ചേർത്തിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അത് കഥയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഒരു കഥ എഴുതാനിരിക്കുമ്പോൾ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ഒരു കഥ എഴുതാനിരിക്കുന്ന ഞാൻ ചിലപ്പോൾ ഒരു കഥയുടെ ഒരു തന്തു, ഒരു ബിഗിനിങ്, അല്ലെങ്കിൽ ഒരു വാചകം, ഒരു ബിഗിനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വാചകം ഞാൻ നേരത്തെ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല വരുന്നത്. കാരണം കഥ സ്വയം വളരുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകാറുണ്ട്. അതായത് അത് എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഥ നിൽക്കുന്നിടത്ത് നിൽക്കാതെ ജമ്പ് ചെയ്തു പോകും. അതായത് കഥ വളരുകയാണ്.
അപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ ആദ്യം തീരുമാനിച്ച രീതിയിലായിരിക്കത്തില്ല കഥ അവസാനിക്കുന്നത്. അപ്പൊ കഥ സ്വയം എങ്ങോട്ട് തന്നെ നയിക്കുന്നോ ആ രീതി കഥ പോകുന്ന ഒരു പ്രവണത എൻ്റെ എഴുത്തിനകത്തുണ്ട്. അത് നോവലായാലും ഏതായാലും ഉണ്ട്. കാരണം അത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നതാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞുറപ്പിച്ച രീതിയിൽ ഒരു കഥ ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. ആ കഥ അതിൻ്റെതായ രീതിയിൽ വളർന്ന് സംസാരിച്ച് അത് ജീവിത കൃത്യങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിക്കണം. ആ രീതിയിലായി പോകുന്നതാണ്. അപ്പൊ ഈ തടാകക്കരയിലെ ദേശാടനക്കിളി എന്ന് പറയുന്ന കഥ ഞാൻ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. ധാരാളം പണം ഉണ്ടാക്കി, ഇവിടെ ധാരാളം പണം. ഒടുവിൽ ഭാര്യ മരിച്ചു. അയാൾ ഒറ്റപ്പെട്ട ജീവിതത്തിൽ അയാൾ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. സ്വന്തം വീട്ടിൽ സിഗരറ്റ് പോലും വലിക്കാൻ ഉള്ള അനുവാദമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി ആ ജീവിത അവസാനം, അതായത് 80-70 കഴിഞ്ഞിട്ടുള്ള ആ മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യന് ഒരു മകനേ ഉള്ളൂ. ആ മകൻ്റെ ആ മനോഭാവം, അല്ലെ അവരുടെ കുടുംബത്തിൻ്റെ മനോഭാവം അയാളെ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതായ ഒരു കാഴ്ചപ്പാട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ വികസിപ്പിച്ച് എടുത്ത ഒരു കഥയാണ്. അപ്പോൾ നമ്മുടെ കുട്ടനാട്ടിലെ ഒരു പ്രദേശത്തു നിന്ന് വന്ന ആളാകുമ്പോൾ ആ കുട്ടനാട്ടിൽ തീർച്ചയായിട്ടും ഒരു വള്ളവും ഒരു പെൺകുട്ടിയും കണ്ടിട്ടുണ്ടാവും. ആ രീതിയിൽ ആ കഥ അങ്ങനെ വളർത്തിയെടുത്ത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ കഥയൊന്നും തന്നെ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവസാനിപ്പിക്കുന്നതല്ല, അത് അങ്ങനെ വന്നു ഭവിക്കുന്നതാണ്. പിന്നെ പരിശുദ്ധ കുഞ്ഞപ്പി ഒരു ലഘുജീവിത ചിത്രം, ഒരു ഹാസ്യാത്മകമായിട്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ വിശുദ്ധന്മാരെയും പരിശുദ്ധന്മാരെയും ഒക്കെ കുരിശിൻ്റെ ചൂട്ടിക്കൊണ്ട് ആക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അവരെ ഒന്ന് കളിയാക്കുക കൂടെ ചെയ്യുകയാണ്. കാരണം ഒന്നുമില്ലാത്തവനെ എല്ലാം പിടിച്ചങ്ങ് പരിശുദ്ധനാക്കുന്ന ഒരു പ്രവണതയുണ്ട്. പരിശുദ്ധ ഇന്നാര്. എന്തുതരം പരിശുദ്ധിയാണെന്ന് അവർ പറയുന്നേ ഇല്ല. എന്തുതരം ജീവിതമാണ് അവർ ജീവിച്ചതെന്ന് പറയുന്നില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ കുഞ്ഞപ്പി, ഞാൻ ആ കഥയിൽ അദ്ദേഹത്തെ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആ കഥയിൽ അദ്ദേഹം നയിച്ച ഒരു ജീവിതം പിന്നീട് ഒരു 10-60 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ഒരു ബൈബിളും എടുത്തുകൊണ്ട് വീടുകൾ കയറാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം സുവിശേഷകനായി. നാളെ അദ്ദേഹം പരിശുദ്ധനാവില്ലെന്ന് ആര് പറയുന്നു? അപ്പം ഈ ഒരു കാഴ്ചപ്പാടിൽ എഴുതിയ ഒരു കഥയാണ് ഈ കുഞ്ഞപ്പി എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് നേരിട്ടറിയാൻ. ഞങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള ഒരാളാണ്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ അതൊരു ഹാസ്യാത്മകമായിട്ട് എഴുതിയ ഒരു കഥയാണെന്ന് കൂട്ടിയാൽ മതി. അതിനകത്ത് കുറേ വസ്തുതകളൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നീടുള്ളത് വേറെ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ജോർജ് ആറാമനും എനിക്ക് പരിചയമുള്ള ഒരു കഥാപാത്രമാണ്. അതായത് ഇവിടുത്തുകാരനായ ഒരാൾ, ഈ OTB, ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് OTB എന്ന് പറഞ്ഞാൽ ഔട്ടർ ബെറ്റിംഗ് പ്ലേസോ അങ്ങനെ കണ്ടാ പറയുന്നത്, ഈ കുതിരപ്പന്തയത്തിൽ. അപ്പോൾ ആ കുതിരപ്പന്തയം നടത്തുന്ന സ്ഥലത്ത് ഈ ഒരു മനുഷ്യന് ഗാർബേജ് പറക്കി അതിനകത്ത് നിന്ന് കിട്ടുന്ന വേസ്റ്റുകളൊക്കെ കഴിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ പൂർവ്വചരിത്രം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിരുന്നത് വിറ്റ് ഈ കുതിരയ്ക്ക് കൊടുത്ത ആളാണ്. അപ്പോൾ ആ ആളിനെ ഞാൻ ദിവസവും കാണാറുണ്ട് അവിടെ എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എഴുതി വന്നപ്പോൾ അത് ഈ രീതിയിലായതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ജോർജ് ആറാമൻ, ജോർജ് എന്നുള്ള പേര് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു പേരായതുകൊണ്ട് ആ ജോർജ് ആറാമനെ ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കഥയുടെ പോക്ക്. പിന്നെ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ കഥയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളെ ഒന്നും ഞാൻ കൊണ്ടുവരാറില്ല. ഒള്ളി തിങ് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സർ. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, എനിക്കിന്ന് ഈ അവസരം തന്ന ലാനയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പറഞ്ഞാട്ട് എന്തായാലും ജേക്കബ് പറഞ്ഞേ. അല്ല, താങ്കളുടെ എഴുത്ത് രീതികളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഇപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടിക്കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ചില പോയിന്റ്സ് താങ്കളുടെ സ്വകാര്യ രീതികളെ കുറിച്ച് പറയുകയുണ്ടായി. പക്ഷെ അതിനുള്ളിലോട്ട് പിന്നെയും അനേകം ലെയറുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
തീർച്ചയായിട്ടും ഉണ്ട്. ഇനിയും അതിനെക്കുറിച്ച് നമുക്ക് ദീർഘമായിട്ട് ഇപ്പൊ ഈ ചെറിയ ഒരു 20 മിനിറ്റിനുള്ളിൽ ഉം. നമുക്കിത് ഉൾക്കൊള്ളിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതെ അതെ. അതുകൊണ്ട് ഇനിയും അതിനുള്ള അവസരം കിട്ടും. കൂട്ടത്തിൽ അന്നേരം നമുക്ക് ഒരു എൻ്റെ ഇംഗ്ലീഷ് നോവൽ, അതായത് ഈ പ്രവാസികളുടെ 1ാം പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് തർജ്ജമ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ റഫ് കോപ്പിയാണ് അത്. ഇത് സാമ്പിളാണിത്. അത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്, ആദ്യമായിട്ട് പുറത്ത് കാണിക്കുകയാണ്. ലാനയത്തിന് കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. താങ്ക് യു. അപ്പോൾ വളരെ നന്ദി താങ്കൾ വന്നതിനും അനുഭവങ്ങൾ പങ്കുവച്ചതിനും. താങ്ക് യു. അത് എത്ര ചെറിയ രൂപത്തിലാണെങ്കിലും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. താങ്ക് യു. ശ്രദ്ധിച്ചവർക്ക്, പ്രത്യേകിച്ചും വായിക്കുന്നവർക്ക്, വായനക്കാരുടെ മനസ്സിലേക്ക്, എഴുത്തുകാരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് വളരെ വിലപ്പെട്ട ചില സ്റ്റെപ്പുകളാണ്. കൂടുതൽ അനുഭവങ്ങൾ താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത എഴുത്തുകാരിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാലിനിയാണ് നമ്മോട് അടുത്തതായിട്ട് സംസാരിക്കുന്നത്. ബാജി ഓടംവേലിൽ മാലിനിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ബാജി കേരളത്തിൽ നിന്ന് ബഹ്റിനിലേക്കും ബഹ്റിനിൽ നിന്ന് അമേരിക്കയിലേക്കും കുടിയേറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ടെക്സസിൽ താമസിക്കുന്നു. ബഹ്റിനിലുള്ള 4 PM എന്ന ന്യൂസ് പേപ്പറിൽ ഒരു കോളംനിസ്റ്റ് ആയിരുന്നു. അതേ ന്യൂസ് പേപ്പറിൽ തന്നെ സാഹിത്യ പംക്തിയുടെ എഡിറ്ററും ആയിരുന്നു ബാജി. അദ്ദേഹം ഒരു കഥാകാരനാണ്, ഒരു നോവലിസ്റ്റാണ്. ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ, അതിൻ്റെ പേര് മരുപ്പൊട്ടൻ എന്നാണ്. ബാജിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു ആവിഡ് റീഡർ എന്നാണ് അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തി എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. വളരെ ആദരപൂർവ്വം, സ്നേഹപൂർവ്വം ബാജിയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് മുന്നോട്ട് വന്ന് മാലിനിയുടെ എഴുത്തിനെ പരിചയപ്പെടുത്താം. ബാജി. ഏവർക്കും നമസ്കാരം. ഈ ഒരു അവസരം തന്നതിൽ സന്തോഷമുണ്ട്. മാലിനി എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന നിർമ്മല ജോസഫ് തടത്തിൻ്റെ നൈജൽ എന്ന കഥാസമാഹാരത്തെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. കോട്ടയം ജില്ലയിലെ വയലാക്കരിയാണ് നിർമ്മല. മലയാള കഥാലോകത്ത് ഒരു പുതുമുഖമല്ല നിർമ്മല. കഴിഞ്ഞ 10-40 വർഷമായി ന്യൂയോർക്കിൽ താമസിക്കുന്ന നിർമ്മലയുടെ 3ാമത്തെ കഥാസമാഹാരമാണ് ഇത്. ഇതിനു മുമ്പ് പാപനാശിനിയുടെ തീരത്ത് പ്രാർത്ഥനയോടെ, നീയും ഞാനും പിന്നെ നമ്മളും എന്നീ കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2024 മാർച്ച് ഈ വർഷം തന്നെയാണ് ബുക്ക് ഓഫ് പോളിഫണി ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 144 പേജിലായി 20 കഥകളും ഒരു ഓർമ്മക്കുറിപ്പുമാണ് ഈ നൈജൽ എന്ന പുസ്തകത്തിൽ ഉള്ളത്. നാഷണൽ ബുക്ക് സ്റ്റാളാണ് ഇത് വിതരണം ചെയ്യുന്നത്. ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് കാണിക്കുന്നു. വളരെ ലളിതമായ കഥാതന്തുവിനെ പല കൈവഴികളിലൂടെയും ആധികാരികമായ വിശദാംശങ്ങളിലൂടെയും വികസിപ്പിച്ചെടുക്കുന്ന മാന്ത്രിക വിദ്യ മാലിനിക്ക് വശമുണ്ട്. നാം കേട്ടു മറന്ന പലതും കഥകളുടെ വിശദാംശങ്ങളിലൂടെ നമ്മെ അനുഭവിപ്പിക്കുവാനായിട്ട് കഥാകാരിക്കാകുന്നു. എഴുത്തുകാരി സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുത്തി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായി ഓരോ കഥകളും വായിക്കുമ്പോൾ നമുക്ക് തോന്നും. സാധാരണ ജീവിത പരിസരങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്ന കഥകളിൽ നമുക്ക് അസാധാരണമായ ജീവിത ദർശനം വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഈ പുസ്തകം ഞാൻ പല പ്രാവശ്യം വായിച്ചു. അതിലെ ചില കഥകൾ വീണ്ടും വീണ്ടും ഞാൻ വായിച്ചു. അതിൽ എനിക്കിഷ്ടപ്പെട്ട ചില കഥകൾ, ആ കഥകളിലൂടെ ഒന്ന് ഓട്ടപ്രദർശനം നടത്തുവാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെയുള്ള നൈജൽ എന്ന കഥയിൽ തുടങ്ങാം. ന്യൂസിലൻഡിലെ മാനാദ്വീപിൽ ഹൃദയമിടിക്കാത്ത, മിഴികൾ അനങ്ങാത്ത, ചുണ്ടുകൾ തുറക്കാത്ത, ചിറകുകൾ ചലിക്കാത്ത ഒരു കോൺക്രീറ്റ് പക്ഷിക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച നൈജൽ എന്ന ഏകാഗിയായ ആൺപക്ഷിയുടെ മരണമറിഞ്ഞ് തൻ്റെ അനുഭവത്തിലുള്ള, തൻ്റെ ഓർമ്മയിലുള്ള ബാംഗ്ലൂരിൽ ജീവിക്കുന്ന സ്കോട്ട്ലൻഡുകാരനായ ഡേവിഡ് എന്ന മനുഷ്യൻ്റെ ജീവിതം പറയുകയാണ് ഈ കഥയിൽ. അമൂല്യമായ ഒന്നിനെ പ്രണയിച്ച് പ്രണയത്തെ സ്വതന്ത്രമാക്കി
അതിനെ ആഘോഷമാക്കിയ ഡേവിഡിൻ്റെ കഥയാണ് നൈജൽ. അന്ന് ബാംഗ്ലൂരിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് സോഷ്യൽ വർക്കറായി വന്ന രൂത്ത് എന്ന സുന്ദരിയായിരുന്നു ഡേവിഡിൻ്റെ പ്രണയിനി. രൂത്ത് തൻ്റെ ജന്മദേശമായ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുകയെ മതിയാകുമായിരുന്നുള്ളൂ. ഡേവിഡിന് തൻ്റെ അമ്മ ഉറങ്ങുന്ന ബാംഗ്ലൂരിലെ കുഴിമാടം വിട്ട് എങ്ങോട്ടും പോകുവാനും ആയിരുന്നില്ല. ചില സ്നേഹങ്ങൾ അങ്ങനെയാണ്, തുടച്ചു കളയാനോ ഇറക്കി വയ്ക്കാനോ കഴിയുകയില്ല. ശ്വാസത്തിലും ജീവനിലും ലയിച്ചതങ്ങനെ ഒരു വിശ്വാസമായി എന്നും കൂടെ ഉണ്ടാകും. അതുകൊണ്ടാകാം ഇന്നും അവിവാഹിതനായി ആ പ്രണയത്തിൻ്റെ ഓർമ്മയിൽ ഡേവിഡ് തൻ്റെ ജീവിതം ആഘോഷിക്കുന്നത്. യൂദായുടെ അമ്മ എന്ന മറ്റൊരു കഥയിൽ 30 വെള്ളിക്കാശിനായി യേശുദേവനെ ചുംബനത്തിലൂടെ ഒറ്റക്കൊടുത്ത തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ നമുക്ക് ഏവർക്കും സുപരിചിതനായ യൂദായുണ്ട്. തനിക്കായി വിധിക്കപ്പെട്ട തിരുവെഴുത്ത് പൂർത്തിയാക്കി അവനൊരു മരച്ചില്ലയിൽ അഭയം തേടിയെങ്കിലും അവൻ്റെ അമ്മ ആ പൊള്ളലിൽ, ആ വേവലിലൂടെ ഭ്രാന്തിയെപ്പോലെ ഓടുകയാണ്. തൻ്റെ മകനെ ഓർത്തുള്ള ആ അമ്മയുടെ നിലവിളികൾ, ആ നിശ്വാസങ്ങൾ, നെഞ്ചിടിപ്പുകൾ, പ്രാർത്ഥനകൾ എല്ലാം നമുക്ക് യൂദായുടെ അമ്മ എന്ന കഥയിൽ കേൾക്കുവാനാകും. ആ നെഞ്ചിൽ ആളിപ്പടരുന്ന അഗ്നിയുടെ ചൂടിൽ പൊള്ളാതിരിക്കുവാൻ ദൈവത്തിനുമാകുമായിരുന്നില്ല. കഥ വായിക്കുന്ന ഓരോരുത്തർക്കും യൂദായുടെ അമ്മ, ആ അമ്മയുടെ മനോവേദന തൊട്ടറിയുവാനാകും. മറ്റൊരു കഥ തുടങ്ങുന്നത് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ഗ്രാൻഡ്മ ഡെഡിക്കേറ്റഡ് ടു യുവർ ബൂബ്സ്, ഹെയിൽ മേരി പ്രേ ഫോർ മൈ ഗ്രാൻഡ്മ എന്ന കൊച്ചുമകൻ്റെ നേഴ്സറി പാട്ട് പോലെയുള്ള പ്രാർത്ഥനയോടെയാണ്. ഗ്രാൻഡ്മയും കൊച്ചുമകനും തമ്മിലുള്ള സംഭാഷണത്തിൽ നർമ്മമുണ്ടെങ്കിലും ഗ്രാൻഡ്മ ഓർത്തെടുക്കുന്ന കഥയിൽ സ്കൂളിൽ കുട്ടികൾ അവളെ ഒറ്റമുലച്ചി എന്ന് വിളിച്ച് കളിയാക്കുന്നതും ഗ്രാൻഡ്മ പിന്നീട് അവർക്ക് പ്രിയപ്പെട്ടവളാകുന്നതും വായിച്ചു കഴിയുമ്പോൾ ഏതൊരു വായനക്കാരുടെയും കണ്ണിൽ കണ്ണുനീര് പൊടിയാതിരിക്കില്ല. ശാന്തതയോടെ, യാഥാർത്ഥ്യബോധത്തോടെ സ്തനാർബുദത്തെ നേരിട്ട ശാന്തി ചേച്ചിയുടെ കഥയാണ് ഉറ്റമുലച്ചി എന്ന കഥയിൽ പറഞ്ഞിരിക്കുന്നത്. കഥ വായിക്കുമ്പോൾ സഹതാപത്തോടെ, സ്നേഹത്തോടെ നാം ഓർക്കുന്ന ഒരു ഒറ്റമുലച്ചി മനസ്സിൽ ഓടിയെത്താതിരിക്കില്ല. എല്ലാവരും പേടിയോടെ കാണുന്ന സ്തനാർബുദത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അതിനെ എങ്ങനെ ധൈര്യത്തോടെ നേരിടണം എന്ന ബോധവൽക്കരണവുമാണ് ഈ കഥയിൽ കാണുവാൻ സാധിക്കുന്നത്. സ്വാന്തനം, സംശയം, അന്തിത്തിരി, മഴയെ കാത്ത്, തനിയെ തുടങ്ങുന്ന അങ്ങനെ കുറെ 1.5 പേജിൽ മാത്രം വലുപ്പമുള്ളതായ കുറേ കഥകളും ഈ സമാഹാരത്തിലുണ്ട്. കവിത തുടങ്ങുന്നതും വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാണ് ആ ചെറുകഥകളെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. തലയോട്ടിയുടെ താഴ്വാരം എന്ന ഒരു കഥയിൽ യുദ്ധഭൂമിയിൽ കൈവിട്ടു പോയ മക്കളെ തേടി യുദ്ധക്കെടുതിയുടെ ഭീകരതയിലൂടെ തീക്കൂനകൾ തീർത്ത അവശിഷ്ടങ്ങൾക്കരികെ പൊള്ളുന്ന മനസ്സുമായി അവൾ നടക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഭീകരതയൊക്കെ അവളുടെ കണ്ണുകളിലൂടെ നമുക്ക് കാണുവാനാകും. വാക്കുകളില്ലാതെ അവൾ അലറിക്കരഞ്ഞു, നിർത്തുക, ഈ യുദ്ധം നിർത്തുക, ഇത് സ്വാർത്ഥതയാണ്, ഇത് ചതിയാണ്, ഇത് കബളിപ്പിക്കലാണ്. വാക്കുകളില്ലാത്ത അവളുടെ വാക്കാകാൻ തലയോട്ടിയുടെ താഴ്വാരം എന്ന കഥയിലൂടെ കഥാകാരിക്കാകുന്നുണ്ട്. ഈ യുദ്ധങ്ങളൊക്കെ നിരർത്ഥകമാണ്. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. ഓരോ യുദ്ധത്തിലൂടെയും മനുഷ്യൻ മാത്രം തോറ്റുപോവുകയാണ് എന്ന ഇന്നിൻ്റെ രാഷ്ട്രീയം പറയുന്ന കഥയാണ് അത്. മറ്റൊരു കഥയിൽ, നീ ഈ ഗ്രാമത്തിൻ്റെ കഥ എഴുതണം, നിനക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിന് കഴിയുക എന്ന് പറയുന്ന കഥാനായിക ദേവി തൻ്റെ ഗ്രാമത്തിൻ്റെ കഥ മകൾ മീരയ്ക്ക് പറഞ്ഞു കൊടുത്തു. അവൾ ആ കഥ എഴുതി. നന്മ നിറഞ്ഞ ഗ്രാമത്തിൻ്റെ കഥ. വികസനം, പരിഷ്കാരം, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, ഇതിലൂടെയൊക്കെ ലോകം കുതിച്ചുയർന്നപ്പോൾ അവയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാനാകാതെ തകർന്ന് തറ പറ്റിയ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന കുശവന്മാരുടെ കഥ. കച്ചവടക്കാരും വീട്ടമ്മമാരും അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും മറ്റ് പുതുമയുള്ള പാത്രങ്ങളുടെയും പിന്നാലെ പോയപ്പോൾ തകർന്നടിഞ്ഞ കുറേ മനുഷ്യരുടെ കഥ. കുംഭാരക്കുടിയിലെ വിശപ്പിനും പട്ടിണിക്കും അറുതി വരുത്തുവാൻ അവർ കണ്ടെത്തിയ വഴിയുടെ കഥ. കുംഭാരക്കുടിയിലെ കുട്ടികൾക്ക് നാണക്കേടും കൂക്കുവിളിയും കാരണം പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കഥ. ഉച്ചസൂര്യനെ പോലെ ഗ്രാമത്തിൽ വന്ന ദിനകരൻ അവരുടെ ദുർഗതിക്ക് അറുതി വരുത്തിയതിൻ്റെ കഥ. പരമ്പരാഗത കുഴത്തൊഴിലിൻ്റെ പുതുവഴികളിലൂടെ ഇടറിയ കാലുകൾക്ക് ശക്തി കൊടുത്ത് അവരെ മുന്നോട്ട് നയിച്ച്
അവരുടെ തലവര മാറ്റുന്ന കഥയാണ് നന്മ നിറഞ്ഞ വേശ്യാഗ്രാമം. തൻ്റെ എഴുത്തു വഴികൾ പറയുമ്പോൾ നിർമ്മലയ്ക്ക് ഈ കഥയിൽ നിന്ന് പറഞ്ഞാരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നോ, അതോ അത് വെറും ഭാവന മാത്രമായിരുന്നോ? ആ ഗ്രാമത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു രക്ഷകൻ ദിനകരൻ വന്നിരുന്നു. ജീവിതം കൈവിട്ടുപോയി എന്ന് വിലപിക്കാതെ അതിൽ നിന്നും സ്വയം കരകയറാനാകുമോ? ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റു പല സമൂഹങ്ങളും ഉണ്ട്. ഔട്ട്ഡേറ്റഡ് ആയിപ്പോയവർ, അല്ലെ അങ്ങനെ ആരൊക്കെയോ പറയുന്നവർ, കാലത്തിൻ്റെ കുതിപ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ പിന്തള്ളപ്പെട്ടു പോയവർ. അവരെ കണ്ടെത്തുവാനായി മനഃപൂർവ്വമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവരെ കൈപിടിച്ച് നടത്തുവാനായി ഒരു സൂര്യകിരണമാകുവാൻ ഈ കഥ വായിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണരുമെന്നാണ് എൻ്റെ പ്രത്യാശ. താങ്ക് യു. താങ്ക് യു ബാജി. അടുത്തതായി തൻ്റെ എഴുത്തു വഴികളെ കുറിച്ച് സംസാരിക്കുവാൻ മാലിനിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബാജി, ഒരു നല്ല വായനയ്ക്ക്, നല്ല വാക്കുകൾക്ക് നന്ദി. എൻ്റെ എഴുത്തു വഴികളെ എന്ന ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതിനെ ഒരു 2 ഭാഗങ്ങളായിട്ട് പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഞാൻ എങ്ങനെ എഴുത്തിലേക്ക് വന്നു. രണ്ടാമത്തത്, ബാജി ചോദിച്ച ചോദ്യം ഉൾപ്പെടെ ഈ നൈജൽ എന്ന പുസ്തകത്തിനെ കുറിച്ച്, നൈജൽ എന്ന കഥയെക്കുറിച്ചുമൊക്കെ. ഇതിൽ ആദ്യത്തത്, എഴുതാൻ അധികം സാധ്യതകളൊന്നും ഇല്ലാതിരുന്ന ഞാൻ എങ്ങനെ എഴുത്തിലേക്ക് വന്നു, എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കഥകളെയും വായനയെയും ഇഷ്ടപ്പെടാൻ അതെങ്ങനെ കാരണമായി എന്നുകൂടി പറയേണ്ടതുണ്ട്. ഞാൻ കോട്ടയം ജില്ലയിലെ വയല എന്നൊരു ചെറിയ ഗ്രാമത്തിൽ ഏറ്റവും സാധാരണക്കാരായ കത്തോലിക്ക മാതാപിതാക്കളുടെ 6 മക്കളിൽ ഏറ്റവും ഇളയതായിട്ടാണ് ജനിച്ചത്. ഏറ്റവും ഇളയതെന്ന് പറയുമ്പോൾ അതത്ര സിമ്പിളായ ഒരു കാര്യമായിരുന്നില്ല. എൻ്റെ മൂത്ത 5 പേരും ഞാനും തമ്മിൽ നല്ല പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഏതാണ്ടൊരു ഒറ്റപ്പെട്ട തരം ഒരു ഒറ്റക്കുട്ടി പോലെയാണ് വളർന്നത്. നല്ല അനോയിങ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്ന എനിക്ക് ആ ഒറ്റപ്പെടലിൽ കൂട്ടായിരുന്നത് എൻ്റെ അമ്മയും അമ്മ പറഞ്ഞു തന്ന കഥകളുമായിരുന്നു. പണ്ട് ഒരിടത്തൊരിടത്ത് എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥയുണ്ടായിരുന്നു, ആമയുടെയും മയിലിൻ്റെയും കഥയുണ്ടായിരുന്നു, അമ്പലത്തിൽ കയറിയ പൂച്ചയുടെ കഥയുണ്ടായിരുന്നു, അതിൽ നസ്രത്തിലെ തിരുകുടുംബത്തിൻ്റെ കഥയുണ്ടായിരുന്നു, ഗത്സമേനിൽ പോയ യേശുവിൻ്റെ കഥയുണ്ടായിരുന്നു, കുചേലൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥയുണ്ടായിരുന്നു, രാമൻ്റെയും സീതയുടെയും കഥയുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി കഥകളുണ്ടായിരുന്നു. അതോടൊപ്പം അതിനെ കഴിഞ്ഞും മെച്ചമായിട്ട് ഈ ഡ്രാക്കുളയെ പോലും വെല്ലുന്ന തരത്തിൽ നമ്മുടെ കടമറ്റത്ത് കത്തനാരുടെയൊക്കെ കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു തന്നിരുന്നു. അന്നൊക്കെ എനിക്ക് തോന്നുന്നു അമ്മച്ചി റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ കഥ പറഞ്ഞു തന്നതിന്. കാരണം രാത്രിക്ക് പേടിച്ച് കരയുമ്പം അമ്മച്ചിയായിരുന്നു അതിന് കൂട്ടത്തിലേറ്റൊന്ന് കൂട്ടിരിക്കേണ്ടത്. ഇങ്ങനെ ഈ കഥകളൊക്കെ കഴിഞ്ഞിട്ട് ഈ കഥ പറച്ചിലിനും ഈ അമ്മച്ചിയുടെ ഈ കഥകൾക്കൊരു ബ്രേക്ക് വന്നത് എൻ്റെ സഹോദരങ്ങൾ എനിക്ക് കഥകൾ വായിച്ചു തരാൻ, പുസ്തകങ്ങൾ വായിച്ചു തരാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു പുസ്തകത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലെ ആദ്യത്തെ ഓർമ്മ, എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു ബ്രദർ എനിക്ക് വായിച്ചു തന്നൊരു പുസ്തകമാണ്. അത് SK പൊറ്റക്കാടിൻ്റെ. ആ പുസ്തകത്തിൻ്റെ പേര് ഒരു കോണ്ടിക്ക് യാത്ര എന്നാണ് എൻ്റെ ഓർമ്മ. ആ പുസ്തകം വായിച്ചു തന്നാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് ഏതാണ്ടൊരു 7-8 വയസ്സൊക്കെ ഉള്ളപ്പോൾ എല്ലാ രാത്രിയിലും കുഞ്ഞാഞ്ഞ പുസ്തകം വായിക്കുമ്പം എന്നെ വിളിച്ച് അടുത്തിരുത്തും, കൂട്ടിരുത്തും. എനിക്കിങ്ങനെ വായിച്ചു തന്നുകൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ ഉറക്കം തൂങ്ങിയൊക്കെ ആയിരിക്കും അത് കേൾക്കുന്നത്, എങ്കിലും എന്നും വായിച്ചു തരുമായിരുന്നു. അതുപോലെ എൻ്റെ ഒരു ബ്രദർ ജോർജ് എനിക്ക് മേടിച്ചു തന്ന 2 പുസ്തകങ്ങൾ, കുഞ്ഞിക്കും പൊന്നനും റോബിൻസും ക്രൂസോയും. അതൊന്നും ഒത്തിരി ഒന്നും അങ്ങ് അറിയില്ലെങ്കിലും ഇവരിങ്ങനെ എനിക്ക് വായിച്ചെന്ന് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബാലരമ പോലെയുള്ള ചെറിയ മാഗസിനുകൾ ഇതൊക്കെ വായിക്കാൻ തുടങ്ങുന്നത്. എങ്കിലും എൻ്റെ വായനയിൽ എനിക്ക് ഒത്തിരി സീരിയസ് ആയിട്ടുള്ള വായന അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും വലിയ കാര്യമായിട്ടില്ല, കുറച്ച് വായിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ M. മുകുന്ദൻ്റെ പുസ്തകങ്ങളും MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങളാണ്. കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം CV ശ്രീരാമൻ്റെ കഥകളാണ്.
പിന്നെ ഇങ്ങനെ ഈ കഥ പറച്ചിലുകളും കഥ വായിച്ചു തരലുകളും ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ വലുതായി. അപ്പോഴും ഞാൻ എന്നോട് തന്നെ കഥകൾ പറയാൻ തുടങ്ങി. ആ കഥകൾ ഞാൻ ചിലപ്പോൾ എഴുതി വെച്ചു. പക്ഷെ അത് ആരെയും കാണിക്കാനുള്ള, ആരോടും പറയാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനതൊക്കെ കുത്തിവരച്ച് കളഞ്ഞു, അല്ലെ കീറിക്കളഞ്ഞു. പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുൻപ്, അത്ര 20 വർഷമാണെന്ന് തോന്നുന്നു, അപ്പോൾ ഞാൻ അമേരിക്കയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ മാലിനി എന്ന പേരിൽ ജനനി മാസികയ്ക്ക് ഒരു കഥ അയച്ചു കൊടുത്തു. അവരത് പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് 5 വർഷത്തോളം ഈ മാലിനി ആരാണ് എന്നറിയാതെയാണ് മാലിനി ആരാണെന്ന് അറിയാതെയാണ് ഇവർ പ്രസിദ്ധീകരിച്ച്. അത് കഴിഞ്ഞിട്ട് ജനനി മാഗസിനിലെ സാറ ഈശോ ഇതാരാണെന്ന് കണ്ടുപിടിച്ചു. നിർമ്മല എന്ന എൻ്റെ പേര് ഞാൻ ഉപയോഗിക്കാതിരുന്നതിന് ഒരേ പ്രാധാന്യമുള്ള 2 കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന്, ജനനി മാസികയുടെ നടത്തിപ്പുകാര് ഞാനുമായിട്ട് ബന്ധമുള്ള എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു കടപ്പാട് വേണ്ട എന്ന് കരുതി. പിന്നെ മറ്റൊരു കാര്യം, നോർത്ത് അമേരിക്കയിലെ മലയാളം എഴുത്തിൽ എനിക്ക് മുന്നേ ഒരു നിർമ്മലയുണ്ട്, വന്നിട്ടുണ്ട്, കാനഡയിലെ നിർമ്മല. ആ പേരിനെ റെസ്പെക്റ്റ് ചെയ്ത്, ആ പേരിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതി മാലിനി എന്ന പേരിൽ കഥകൾ എഴുതി. ഇതാണ് ഈ മാലിനി എന്ന ഒരു കഥയിലേക്ക് വരുന്നൊരു വഴി. ഇനി ഇതിനകത്ത് പറഞ്ഞ കഥകളുടെ കാര്യം, ഈ നൈജൽ എന്ന കഥയുടെ കാര്യം ബാജി പറഞ്ഞ് അവസാനിപ്പിച്ചത് നന്മ നിറഞ്ഞ വേശ്യാഗ്രാമത്തിൻ്റെ കഥയാണ്. അത് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അതെ. മലപ്പുറം ജില്ലയിലെ അരുവക്കോട് എന്നൊരു ഗ്രാമത്തിലെ, കൃത്യവർഷം ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, അവിടെ കുംഭാരന്മാരുടെ, ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ഒരു കോളനിയായിരുന്നു. അവിടെ കുറേ നാളുകൾ പുസ്തകത്തിൽ പറയുന്ന പോലെയൊക്കെ തന്നെ അലുമിനിയം പാത്രങ്ങളുടെയും പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും ഒക്കെ വരവോടുകൂടെ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഈ സ്ത്രീകൾ, അവർക്ക് അവരുടെ വീട്ടിലെ പട്ടിണി മാറ്റാൻ അവർക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അവർ ഈ വേശ്യാവൃത്തിയിലേക്ക് പോയി. അതുപോലെ എന്നിട്ട് പിന്നെ ആ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങൾ, അവർ ചുറ്റുപാടുകളിൽ നിന്നും ഒക്കെ ഒത്തിരി അവഗണനയും അവഹേളനവും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഒരു സീനിയറായിട്ടുള്ള ലീല മേനോൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, അവരെ ഇതേപ്പറ്റി എഴുതുകയും ഇത് നാഷണൽ ലെവലിൽ ഇതൊരു ചർച്ചയാവുകയും ഈ അരുവക്കോടിൻ്റെ പുനരുദ്ധാരണത്തിന് എനിക്കൊന്ന് ഗവൺമെൻറ് പോലും അതിന് മുൻകൈയെടുത്ത് അവരെ നല്ല നിലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനകത്ത് പറയുന്ന ദിനകരൻ, ശരിയാണ്, അവിടെ അവരെ സംരക്ഷിക്കാൻ ഒരാൾ വരികയുണ്ടായി. പേര് ഞാൻ ഓർക്കുന്നത് KB ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. KB ജിനൻ എന്ന് പറഞ്ഞത് അദ്ദേഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നിന്ന് മറ്റോ ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ആക്ടിവിസ്റ്റാണ്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാൾ അരുവക്കോടിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. എന്താണെങ്കിലും അരുവക്കോടിന് അവരുടെ പൂർവ്വസ്ഥിതിയിൽ നിന്ന് ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും ഉള്ള ഒരു ഗ്രാമമായിരുന്നു ആണ്. പിന്നെ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 1-2 കഥകൾ എനിക്ക്, പിന്നെ നൈജൽ എന്ന ഈ കഥ, ഇത് ഏതാണ്ടൊരു 10 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു സംഭവമാണിത്. അദ്ദേഹം ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ അവരുടെ ചർച്ച് ക്വയറിൽ, അവരുടെ പാട്ടുകൂട്ടത്തിൽ ജോൺ എന്ന് പേരുള്ള ഒരു ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നു. ഇവരുടെ സാധാരണ ഒത്തുകൂടലിലൊക്കെ എല്ലാവരും അവരവരുടെ വീട്ടുകാര്യങ്ങൾ, മക്കളുടെ കാര്യം, സന്തോഷമൊക്കെ ഇങ്ങനെ പറയുമ്പം ജോണ് വളരെ സന്തോഷത്തോടെ ഒച്ചത്തിൽ വിളിച്ച് പറയും, "ഐ ഡിഡിൻ ഗെറ്റ് മാരി ബിക്കോസ് ഷീ ഡിഡിൻ സേ യെസ്" എന്ന്. ആ ഒരു സെൻറ്റൻസാണ് ഈ കഥയുടെ തുടക്കം. ഇതൊരു നഷ്ടപ്രണയത്തിൻ്റെയോ പ്രണയ നൈരാശ്യത്തിൻ്റെയോ കഥയല്ല. അതിലുപരി ഇത് ഒരു പ്രണയത്തിൻ്റെ തികവാണ്. അയാൾ ശ്വസിക്കുന്ന വായുവിലും അയാളുടെ ശരീരത്തിലും ജീവനിലും ഒക്കെ ആ പ്രണയമുണ്ട്. അവർക്കിടയിൽ പറയാതെ പോയ ആ ഭാഷയിലും ഒരു പ്രണയമുണ്ട്. നൈജൽ എന്ന പക്ഷിയും ഇതുപോലെ ഒരു പക്ഷിയുടെ പ്രതിമയോടൊപ്പം ജീവിക്കുകയാണ്.
എല്ലാം ഒരു മായയാണ് എന്ന ഒരു അറിവുള്ളപ്പോഴും അപ്പുറത്തൊരാളുണ്ട് എന്ന ഒരു വിശ്വാസം. അവർ തമ്മിൽ, ഈ ജോണും ഈ നൈജൽ എന്ന പക്ഷിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു വളവ് എന്ന ഒരു കഥയെപ്പറ്റി ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ചില രോഗാവസ്ഥയുണ്ട്, ശരീരഭാഗങ്ങളുടെ വേദന, അത് അറിയുന്നില്ല, അതിനെ ഫീൽ ചെയ്യുന്നില്ല. അവസാനം ആ ശരീരഭാഗം അഴുകി മുറിഞ്ഞു പോകും വരെ. ചിലരുടെ ജീവിതവും അതുപോലെയാണ്. തനിക്ക് ചില ഇഷ്ടങ്ങളുണ്ട് എന്ന് അറിയാതെ അത് സാധിക്കാതെ പോകുന്നതൊരു വേദനയാണ് എന്നറിയാതെ ജീവിതം അങ്ങനെ അവസാനിച്ചു പോവുകയാണ്. എന്നാൽ ചിലർക്ക് ചില സമയം ഒരു സഡൻ സെൻസ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാകണം. അവിടെ അവർ വേദന കൊണ്ട് കാറിക്കരയുകയും കലഹിക്കുകയും ഇഷ്ടങ്ങളെ തേടിപ്പിടിക്കുകയും ചെയ്യും. പിന്നെ ഇതിലെ ഒരു കഥ കൂടെ, യൂദായുടെ അമ്മ. ആ കഥ ഏറെ നാളെടുത്ത് എഴുതിയൊരു കഥയാണ്. ഓരോ പ്രാവശ്യം എഴുതാൻ തുടങ്ങുമ്പോഴും വല്ലാത്തൊരു വേദന, ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. അതിട്ടിട്ട് പോവും, പിന്നെ തിരിച്ചു വരും. അങ്ങനെ ഏറെ വർഷങ്ങൾ കൊണ്ട് പിന്നെ അവസാനം അത് എഴുതി തീർത്തു. എനിക്കിതിൽ ഒന്നേ പറയാനുള്ളൂ, യൂദായിലും യൂദായുടെ അമ്മയിലും ഈ കഥ പറയുന്നയാളിലും ഇത് കേൾക്കുന്നയാളിലും ഒക്കെ ഒരു ദൈവികമായ സാന്നിധ്യമുണ്ട്. അത് തൊട്ടറിയണമെങ്കിൽ ഇങ്ങനെ ചില വേദനകൾ നമ്മൾ അനുഭവിച്ച് മതിയാകും. ഇനി ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സാജൻ സമയ എന്ന ഒരു ചലച്ചിത്രകാരനാണ്. എനിക്ക് അറിയാവുന്നില്ല, എനിക്ക് പരിചയമില്ല, ഒന്നുമില്ല. ചലച്ചിത്ര ലോകത്ത് തന്നെ പേരോ പെരുമയോ ഒന്നും ഉള്ള ഒരാളല്ല. എങ്കിൽ പോലും തൻ്റെ അവസാന ശ്വാസം വരെ താൻ കണ്ട സ്വപ്നത്തിന് വേണ്ടി, തൻ്റെ സിനിമയുടെ പൂർത്തീകരണത്തിന് വേണ്ടി മരണം വരെ പോരാടിയ ഒരു മനുഷ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഒരാളുടെ കാര്യം ഒരു നിമിഷമെങ്കിലും ഓർക്കണം, ഒരാളെങ്കിലും പറയണം, ഒരു പുസ്തകം, ഒരു കടലാസിലെങ്കിലും ഉണ്ടാകണം എന്നൊരു തോന്നലോടെയാണ് ആ പുസ്തകം, ആ പേര് ഈ പുസ്തകത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് എഴുത്തിനെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച്, പുസ്തകത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. താങ്ക് യു. താങ്ക് യു മാലിനി, വളരെ നന്ദി. മാലിനി അറിയാതെ ബിഹൈൻഡ് യുവർ ബാക്ക് ഏറെ സംസാരത്തിന് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ വിഷയീഭവിച്ച ഒരു കഥയാണ് യൂദായുടെ അമ്മ എന്ന കഥ എന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം എഴുത്തുകാരൻ അറിയാതെ എഴുത്തുകാരൻ്റെ വാക്കുകളും കഥാപാത്രങ്ങളും സമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ട്. വായനക്കാരുടെ ശ്രോതാക്കൾക്ക് ഇപ്പം അവസരം കൊടുക്കണോ അതോ അവസാനം മതിയോ? അതെ, ഇപ്പൊ ചോദിക്കാം എന്തെങ്കിലും. ഇപ്പൊ ചോദിക്കാം അല്ലേ? അതെ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, മാലിനിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. അടുത്ത ഒരു 5-10 മിനിറ്റ്. ബാജിയുടെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അപ്പൊ സ്വയം ഒന്ന് പരിചയപ്പെടുത്തണേ. എൻ്റെ പേര് ജോൺ ആറ്റുമാലി. ഞാൻ മെർലാൻഡിൽ നിന്നാണ്. എനിക്ക് മാലിനിയുടെ യൂദായുടെ അമ്മ എന്ന കഥ ഞാൻ വായിച്ചിട്ടില്ല, ഇപ്പോൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. അത് വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണെന്നും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, മാതൃത്വത്തെ, അത് എത്ര ദുഷ്ടനായിരുന്നാലും കൊലയാളിയായിരുന്നാലും യേശുവിനെ ഒറ്റിക്കൊടുത്തവനായിരുന്നാലും ഒരമ്മ തന്നെയാണ്. ആ മാതൃത്വത്തിൻ്റെ ആ പവിത്രത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ആ കഥ എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് കാണിച്ച ധൈര്യം അപാരമായിരിക്കുന്നു. ഞാൻ അഭിനന്ദിക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് അല്പം ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരമായിരുന്നു. ഇത് എഴുതാനുണ്ടായ സാഹചര്യം. താങ്ക് യു. താങ്ക് യു. അത് പറഞ്ഞത് ശരിയാണ്. മാതൃത്വത്തെ മഹത്വപ്പെടുത്തി കാണിക്കുക എന്നുള്ളത് ഒന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മകന് വേണ്ടിയിട്ട്, അല്ലെ ഒരു മകൾക്ക് വേണ്ടിയിട്ട് ഒരമ്മ കരഞ്ഞു പറഞ്ഞാൽ അത് ഈ യൂദായുടെ കഥയുടെ ആ സാഹചര്യം കൂടെ നോക്കുമ്പോഴേ, കാരണം അവരുടെ ഗർഭത്തിൽ കിടന്ന് തന്നെ
അവൻ അരുതായികകൾ ഉണ്ടായിരുന്നു, അതിൽ കൂടുതൽ മറ്റൊന്നാകാൻ അവന് കഴിയുമായിരുന്നില്ല. ആ അവസ്ഥ അമ്മയ്ക്കും അറിയാമായിരുന്നു. തൻ്റെ മകൻ നിസ്സഹായനാണ് എന്നൊരവസ്ഥയിൽ ഒരമ്മ കരഞ്ഞു പറയുകയല്ല, ആ അമ്മയുടെ നെഞ്ചെടുപ്പ് അതെനിക്കറിയില്ല, സർവശക്തന് കേൾക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ നെഞ്ചെടുപ്പ്, ആ നെഞ്ചിൻ്റെ ചൂട്, ആ ഹൃദയത്തിൻ്റെ ചൂടല്ല, അതിൻ്റെ പൊള്ളല് അറിയാതിരിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ ഓർക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം മാലിനിയോട് ചോദിക്കാനുണ്ടോ? ദയവായി ഇപ്പോൾ അതിനുള്ള സന്ദർഭമാണ്, നിങ്ങളത് ഉപയോഗിക്കുക. എനിക്കൊരു ചോദ്യമുണ്ട്. സ്വയം പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചോളൂ. നമസ്കാരം, എൻ്റെ പേര് സ്മിത. ഞാൻ കാലിഫോർണിയയിൽ നിന്നാണ്. അപ്പോൾ ഇത്തവണത്തെ ഫൊക്കാന പ്രോഗ്രാമിന് ഞാൻ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ അവസാനം പറഞ്ഞ കഥയെക്കുറിച്ച് പലരും സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കഥ എഴുതുമ്പോൾ അത് വായിക്കുന്നവരുടെ ഒരു പെർസെപ്ഷനിൽ എഴുതാൻ ശ്രമിക്കുമോ, അതോ ഉള്ളിലുള്ളതെല്ലാം ജസ്റ്റ് അതുപോലെ എഴുതുമോ? അത് എത്രത്തോളം നമ്മൾക്കിപ്പോൾ കഥ എഴുതുമ്പോൾ കഥ ഒരു ആണോ പ്രാധാന്യം, അല്ലെങ്കിൽ ഇത് ഞാൻ എന്ത് ഉള്ളിൽ ചിന്തിക്കുന്നു അത് അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തുന്നു വെച്ചിട്ട് ഭാഷ അതനുസരിച്ച് ആ രീതിയിൽ മാറ്റുമോ? അതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ കഥ എഴുതി കഴിഞ്ഞാൽ എനിക്കതിന് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കഥ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന കോപ്പി എൻ്റെതാണ്. വായനക്കാരൻ്റെ കയ്യിൽ കിട്ടുന്ന കോപ്പി അത് വായനക്കാരൻ്റെയാണ്. എനിക്ക് യാതൊരു നിർബന്ധമോ നിബന്ധനയോ ഇല്ല ഈ എഴുത്തിനെ വായനക്കാരെ അവരെങ്ങനെ അതിനെ ഉൾക്കൊള്ളണമെന്ന്. പക്ഷേ ഞാൻ പറയുന്ന ആ ഒരു ഇതിൽ എനിക്ക് എൻ്റെ വിശ്വാസം ഇതാണ്. പക്ഷേ ഞാൻ പറയുന്നതിനെ കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു വിശ്വാസമാണ് അത് വായിക്കുന്ന ഒരാൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ രീതിയിൽ വിശ്വസിക്കാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, എനിക്ക് ഇന്നത് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനെ അതിനെ ഖണ്ഡിച്ച് പറയരുത്, അങ്ങനെയുള്ള ഒരു നിർബന്ധമോ നിബന്ധനയോ ഇല്ല. എനിക്ക് തോന്നുന്നതെന്നല്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന, അല്ലെ എൻ്റെ മുൻപിൽ കാണുന്ന ആ മനുഷ്യൻ്റെ സ്വഭാവം, രീതി എങ്ങനെ, അതിനെ ഞാൻ എഴുതാൻ നോക്കുന്നു. അതിന് പറ്റിയ ഒരു ഭാഷ ആ സമയത്ത് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത് മനസ്സിലായി? ഞാൻ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത്. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് അടുത്ത എഴുത്തുകാരനിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരൻ ബിജോ ജോസ് ചെമ്മാന്ത്രയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ മുന്നോട്ട് വരുന്നത് സിനി പണിക്കരാണ്. സിനി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ കീഴിലുള്ള ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനിൽ സീനിയർ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. സീത നൗ യു നോ മീ എന്ന നോവൽ എഴുതിയ കഥാകാരിയാണ്. ഇംഗ്ലീഷിലാണ് അത് എഴുതിയത്. അത് സിനി തന്നെ സീതായനം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ് ആ പുസ്തകം, രണ്ടും ഇംഗ്ലീഷും മലയാളവും പ്രസിദ്ധീകരിച്ചത്. സീതായനം എന്ന നോവലിന് 2022 ഫൊക്കാന ഏറ്റവും നല്ല നോവലിനുള്ള ഫൊക്കാന അവാർഡ് ലഭിക്കുകയുണ്ടായി. സിനി പണിക്കരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ബിജോ ജോസിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ എഴുത്തുവഴികളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു ജെസി ജെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
ഇതിൽ കുറച്ച് പേരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്, ചിലരെ ഒട്ടും തന്നെ പരിചയമില്ല. അപ്പോൾ ഈ ഒരു സൈബർ സ്പേസിൽ നിങ്ങളെയെല്ലാം പരിചയപ്പെടാൻ ഇടയായതിൽ വളരെ സന്തോഷം, കാണാൻ ഇടയായതിൽ വളരെ സന്തോഷം. ഇങ്ങനെ നല്ലൊരു പരിപാടി ആസൂത്രണം ചെയ്ത ലാനയുടെ ഭാരവാഹികൾക്ക് നന്ദിയും അഭിനന്ദനവും അറിയിക്കട്ടെ. ഈ മീറ്റിങ്ങിൽ ബിജോ ജോസ് ചെമ്മാന്ദ്ര എന്ന കഥാകൃത്തിനെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ഒരാളാണ് ബിജോ. മിക്കവാറും കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട പരിപാടികളിലാണ് ഞാൻ ബിജോയെ കാണുന്നത്. മധുരമായി ചിരിച്ചുകൊണ്ട് അടുത്തു വന്ന് വളരെ സൗമ്യമായി വർത്തമാനം പറയുന്ന ഒരു സുഹൃത്താണ് ബിജോ. തൻ്റെ ചെറുകഥാ സമാഹാരം, ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ബോൺസായി മരത്തണലിലെ ഗിനിപ്പന്നികൾ എന്ന സമാഹാരം തൻ്റെ പിതാവിനെ ഇങ്ങനെയാണ് ബിജോ സമർപ്പിച്ചിരിക്കുന്നത്: പ്രക്ഷുബ്ധമായ വൻതിരകളെ ആഴക്കടലിൻ്റെ ശാന്തതയിൽ ഒളിപ്പിച്ച സൗമ്യനായ പിതാവിനെന്നാണ്. അതങ്ങനെ കണ്ടപ്പോൾ ആ സൗമ്യശീലത്തിൻ്റെ തുടർച്ചയാണല്ലോ ബിജോ എന്ന് ഞാൻ ഓർക്കാതിരുന്നില്ല. ബിജോ കഴിഞ്ഞ 10-12 വർഷമായി എഴുതിയ 12 കഥകളുടെ സമാഹാരമാണിത്. ഫൊക്കാന അവാർഡും, ഇതാണ് പുസ്തകം, കാണാൻ പറ്റും എന്ന് കരുതുന്നു. ഫൊക്കാന അവാർഡും ബഷീർ പുരസ്കാരവും ഇതിനകം ഈ കൃതി നേടിക്കഴിഞ്ഞു. ഇതിന് 2 പേർ അവതാരിക എഴുതിയിട്ടുണ്ട്, ഡോക്ടർ എം വി പിള്ളയും ഡോക്ടർ PS രാധാകൃഷ്ണനും. ഡോക്ടർ എം വി പിള്ളയുടെ ലേഖനത്തിൻ്റെ പേര് സമകാലിക മലയാള ചെറുകഥയിലെ സംക്രമ സന്ധ്യകൾ എന്നാണ്. ഡോക്ടർ രാധാകൃഷ്ണന്റെ അവതാരികയുടെ തലക്കെട്ട് ഋതുസഞ്ചയത്തിലെ ഇടത്താളുകൾ എന്നും. ഈ 2 തലവാചകങ്ങളും എനിക്ക് തലക്കെട്ടുകളും എനിക്ക് ആകർഷകവും വളരെ അർത്ഥസമ്പൂർണമായിട്ട് തോന്നി. കാരണം എന്താണ് കഥകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കഥകൾ എഴുതുന്നത്, എഴുതപ്പെടുന്നത്, വായിക്കപ്പെടുന്നത്? സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് കഥകൾ. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളുടെ പരിചയപ്പെടുത്തലാണ് കഥകൾ. ആ അർത്ഥത്തിൽ കാലവും ദേശവും അവയുടെ പരിണാമവും ഈ അവതാരികകളിൽ തെളിഞ്ഞു വന്നതിൽ അതിശയിക്കാനില്ല. ഇപ്പോൾ ഇവിടെ ഇമിഗ്രേറ്റ് ചെയ്തു വന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാലങ്ങളും ദേശങ്ങളും പലതാണ്. ശ്രീ സാംസി കൊടുമൺ സംസാരിച്ചതിൽ നിന്നും ശ്രീമതി മാലിനി സംസാരിച്ചതിൽ നിന്നും അത് നമുക്ക് വളരെ വ്യക്തമായി. നാം വിട്ട കേരളം, അന്നത്തെ കാലം, അന്നത്തെ ഓർമ്മകൾ, പിന്നെ ഇവിടെ വന്നപ്പോഴുള്ള കാലം, പിന്നീട് ഇവിടെ ഈ ദേശം മാറിയത്, നമ്മുടെ ജീവിതം മാറിയത്, കേരളവും ഇന്ത്യയുടെയും മാറ്റം, അങ്ങനെ അവിടെയും ഇവിടെയും അല്ലാതെ പല കാലങ്ങളും പല ഇടങ്ങളും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് നാം. അപ്പോൾ നമുക്ക് കഥകളുടെ വിഷയങ്ങൾക്ക് പഞ്ഞമില്ല. നമ്മൾ സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഹെൻറിയുടെ കഥകൾ. അദ്ദേഹം ചെറുകഥാ രചനയെ പറ്റി പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്: I will give you the whole secret to short story writing. Here it is. Rule 1. Write stories that please yourself. There is no rule number 2. ഒരൊറ്റ നിയമമേ ഉള്ളൂ. നമുക്ക് സംതൃപ്തി തരുന്നത്, നമുക്ക് എന്താണോ എഴുതേണ്ടത് അത് എഴുതുക എന്നാണ് പറഞ്ഞത്. F. Scott Fitzgerald പറഞ്ഞത് ഇതാണ്: Find the key emotion. This may be all you need to know to find your story. എന്താണ് ഉള്ളിൽ തികട്ടി നിൽക്കുന്നത്, എന്താണ് നമ്മുടെ ഉള്ളിൽ വിതുമ്പി നിൽക്കുന്നത്, എന്താണ് നമുക്ക് പറയാതെ നിവൃത്തിയില്ലാതെ വരുന്നത്, അത് എഴുതുമെന്നാണ്. ബിജോയുടെ ചെറുകഥകൾ വായിച്ചപ്പോൾ ഇങ്ങനെ പലതും എനിക്ക് നേരത്തെ ഉള്ളിൽ തോന്നിയിരുന്നു. അതിവിടെ പങ്കുവച്ചെന്നേ ഉള്ളൂ. കാരണം പല കാലങ്ങളും പല ഇടങ്ങളും ബിജോയ്ക്ക് വിഷയമായിട്ടുണ്ട്. ഇടം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യരും മൃഗങ്ങളും ചെടികളും സസ്യങ്ങളും എല്ലാം ഒരുപോലെ സമന്വയിക്കുന്ന പ്രകൃതി എന്നൊരു വിശാലമായ അർത്ഥത്തിലാണ്. പറഞ്ഞു പഴകിയ മാജിക്കൽ റിയലിസം എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. പകരം വിസ്മയമായി തോന്നുന്ന, അല്ലെങ്കിൽ വിഭ്രാന്തി എന്നോ അവിശ്വസനീയമായ ഭ്രമ സങ്കല്പങ്ങൾ എന്നോ ഒക്കെ പറയാവുന്ന കുറച്ച് സംഗതികൾ ബിജോ പല കഥകളിലും സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി, വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കാലവും ഇടവും മാറി മാറി പല മാനങ്ങളിൽ കഥകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എല്ലാം വിസ്തരിച്ച് പറയാൻ സമയമില്ല.
പക്ഷെ എന്നെ ആകർഷിച്ച ഏതാനും കഥകൾ, പ്രത്യേകിച്ച് ഇവ 3 തരം ആഖ്യാന ശൈലി ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിവിടെ ചെറുതായി സൂചിപ്പിക്കാം. ടൈറ്റിൽ സ്റ്റോറി: ബോൺസായി മരത്തണലിലെ ഗിനി പന്നികൾ. ഈ ടൈറ്റിൽ ഞാൻ ആദ്യം കേട്ടപ്പോൾ സത്യത്തിൽ അമ്പരന്നു. എന്താണ് സംഭവം എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. എന്നാലോ ഈ കഥ എന്നത്തെയും മനുഷ്യകുലത്തിൻ്റെ കഥ തന്നെയാണ്. നാസികൾ മനുഷ്യരോട് ചെയ്തത്, ഗ്വാട്ടിമാലയിൽ ചെയ്ത പരീക്ഷണത്തിൻ്റെ കഥ, അല്ലെങ്കിൽ ടസ്കിജിയിൽ ബ്ലാക്സിനോട് സിഫിലിസ് പഠനം അവരെ ഉപയോഗിച്ച് പഠനം നടത്തിയതിൻ്റെ കഥ. അതായത് ഒരു വെറുതെ നോക്കിയാൽ ഒരു കണക്ഷനും ഒരു ലിങ്കും ഇല്ലാത്ത 2 ബിംബങ്ങൾ, ബോൺസായിയും ഗിനിപ്പന്നികളും. അവിടെ തന്നെ മനുഷ്യന്റെ ക്രൂരതയെ ബിജോ വളരെ ഭംഗിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ 2 ബിംബങ്ങൾക്കിടയിൽ ഈ കഥ, ഈ മനുഷ്യകുലത്തിൻ്റെ തന്നെ കഥ വളരെ ശില്പചാരുതയോടെ ഒതുക്കി നിർത്തി പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതുപോലെ പല തലങ്ങളും ഈ കഥയ്ക്കുണ്ട്. വംശീയതയുണ്ട്, ദേശീയതയുണ്ട്, അതിൽ കാട്ടിലെ മനുഷ്യരും നാട്ടിലെ മനുഷ്യരുമുണ്ട്, വികസിതമുണ്ട്, വികസ്വരമുണ്ട്. അങ്ങനെ പല മാനങ്ങളും നമുക്ക് ഈ കഥയിൽ വ്യക്തമായി കാണാം. രണ്ടാമത്തെ നരേറ്റീവ് സ്റ്റൈല് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമേരിക്കൻ ജീവിതത്തിൻ്റെ കഥകളെ കുറിച്ചാണ്. ആ ജീവിതത്തിൻ്റെ പച്ചയായ നിരീക്ഷണം വളരെ നിറം മങ്ങിയ ഫ്രെയിമുകളിലാണ് വളരെ സൂക്ഷ്മതയോടെ ബിജോ പറഞ്ഞു വെച്ചിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും വേട്ടയ്ക്കിറങ്ങിയ മാനുകൾ എന്നൊരു കഥയുണ്ട്. ഇതിൽ മാനുകൾ എന്ന ഇമേജറി നമ്മൾ വായനക്കാർക്ക് പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അവിടെയാണ് കഥാകൃത്തിൻ്റെ വിജയവും. പിന്നെ തിമിര കണ്ണിലെ ദൂരക്കാഴ്ചകൾ എന്നൊരു വേറൊരു കഥയുണ്ട്. അതും ഇങ്ങനെയൊരു നല്ലൊരു വായന അനുഭവമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള, ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ് തരുന്നത്. നാം ഉപേക്ഷിച്ചു പോകുന്ന കാലവും ഇടവുമൊക്കെ കടത്ത് അല്ലെങ്കിൽ പൊലിസിട്ട പെൺകുട്ടി എന്ന കഥകളിൽ കാണുന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. പക്ഷേ അവയെക്കുറിച്ച് പറയാതെ ഇല പൊഴിക്കാത്ത മരങ്ങൾ, മഞ്ഞൊഴിയാത്ത വീട് എന്നീ 2 കഥകളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ ആസ്വദിച്ച ഒരു ആഖ്യാന ശൈലി ഈ 2 കഥകളിലുമുണ്ട്. പ്രകൃതി കേന്ദ്ര കഥാപാത്രമാവുന്നുണ്ട്. പ്രകൃതിക്ക് നമ്മളോട് ഒരുപാട് പറയാനുണ്ട്. പിന്നെ അല്പം ദുരൂഹതയും അന്വേഷണവും വിഭ്രാന്തിയും മറ്റ് വികാര പ്രകടനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ കഥകൾ നല്ലൊരു അനുഭവം തന്നെയാണ്. ഇലപൊഴിക്കാത്ത മരങ്ങളാണ് ഇപ്പോൾ 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ സമാഹാരത്തിൻ്റെ പ്രിയപ്പെട്ട കഥയായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ പല വിധത്തിൽ പല കഥകൾ എഴുതിയ ബിജോയുടെ എഴുത്തിലേക്കുള്ള വഴി അറിയാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ കഥയും ഓരോ കഥാകൃത്തിൻ്റെ ഓരോ മാനസിക അവസ്ഥയിൽ നിന്നും വേറിട്ട സർഗ പ്രക്രിയയിൽ നിന്നും ഉളവാകുന്നതാണ്. ഏതായാലും ബിജോയുടെ രചനാ രീതികളെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. താങ്ക് യു സിനി. അടുത്തതായി ബിജോ, മൈക്ക് താങ്കളുടേതാണ്. താങ്കൾക്ക് പറയാനുള്ളത് കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. വളരെ നന്ദി സിനി. തീർച്ചയായും നല്ല വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. തീർച്ചയായും ഇവിടെ ഒരു മുഖവരിയോടുകൂടി തന്നെ ഞാൻ തുടങ്ങാം. ഇവിടെ മുമ്പ് സംസാരിച്ച 2 പേര്, 2 രചയിതാക്കൾ, സാംസിച്ചേട്ടൻ അതുപോലെ തന്നെ നിർമ്മലയും, അവരുമൊക്കെ എനിക്കൊന്ന് സംശയേട്ടൻ 7 പുസ്തകം 7 or 8 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിർമ്മലയുടെ ഇത് 3ാമത്തെ പുസ്തകമാണ്. ആ കാര്യത്തിൽ ഞാൻ ഒരു ചെറുപ്പക്കാരനാണ്. അതിൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണിത്. അപ്പം അവർ പറഞ്ഞതുപോലെയുള്ള അത്ര ആഴത്തിലുള്ള ഹരി, എഴുത്തിൻ്റെ ഒരു മിനിറ്റ്. ഹരി എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മീറ്റിംഗ് അജണ്ട എന്നിട്ട് വരുന്നു. സോറി. ഓക്കെ, ഹരി ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. മ്യൂട്ട് ചെയ്യാതെ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് മാറ്റൂ. ഓക്കെ, ഗോ ഹെഡ്. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നേരത്തെ എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവരുടെ തീർച്ചയായും വളരെ സാഹൂതം ഞാനത് കേൾക്കുകയായിരുന്നു. തീർച്ചയായും അതുപോലെ തന്നെ ഇതുപോലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ലാനയ്ക്ക്, അതായത് ഇവിടെയുള്ള എഴുത്തുകാരെ ഒന്ന് കൂടുതൽ അറിയാനും അവരുടെ എഴുത്ത് രീതികൾ അല്ലെങ്കിൽ അവരുടെ എഴുത്ത് ലോകത്തെ ഒന്ന് പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരം തന്നതിന് പ്രത്യേകം അത് അഭിനന്ദനം അർഹിക്കുന്ന പോലെ ഒരു പരമ്പര തുടങ്ങിയത്, അതിൽ എന്നെ ഒരു ഭാഗമാക്കിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി, അഗൈതവുമായ നന്ദി ലാനയോട് പ്രത്യേകം പറയുന്നു. പിന്നെ
ഈ വായനയുടെ ലോകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തി എന്നുള്ളൊരു ചോദ്യം, അതെനിക്ക് തോന്നുന്ന ആദ്യം എൻ്റെ തുടക്കം എൻ്റെ ചെറുപ്പകാലത്തുള്ള വായനകൾ തന്നെയാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ബലത്തിലാണ് ഞാനിപ്പോൾ എന്തെങ്കിലും കുത്തിക്കുറിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് എൻ്റെ ഒരു വിചാരം. സ്കൂൾ പഠനകാലത്ത് അല്ലെങ്കിൽ +2 PDC കാലത്ത് ഒത്തിരി വായിക്കാൻ ഒത്തിരി താല്പര്യമുള്ള ഒരാളായിരുന്നു. ഏറ്റവും അധികം ഞാനൊരു ഒറ്റ പുത്രനായിരുന്നു, ആണും പെണ്ണുമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എൻ്റെ ഏകാന്തതയൊക്കെ ഞാൻ മറികടന്നത് ഈ പുസ്തക വായനയിലൂടെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഒരു ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ, അമ്മ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് നാളെ പഠിക്കുകയും ഇപ്പോൾ എൻ്റെ 2 അമ്മാച്ചന്മാർ, മൂത്ത അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ കോട്ടയം പബ്ലിക് ലൈബ്രറി ഒരു ഭാരവാഹിയായിരുന്നു. രണ്ടാമത്തെ അമ്മാച്ചൻ പുള്ളി ഈ സ്കൂൾ പിന്നെ വിദ്യാർത്ഥി പുരോഗമന പ്രസ്ഥാനത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ടിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നല്ല പുസ്തകങ്ങളിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റി. സാധാരണ നമ്മൾ കുറച്ച് സമയം എടുക്കൂല നല്ല പുസ്തകങ്ങളിലേക്ക് എത്തിച്ചേരാൻ. നല്ല നിലവാരമുള്ള, ബാക്കിയുള്ള മോശമാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായി. അതായിരിക്കണം എൻ്റെ ചെറുപ്പത്തിലുള്ള ആ ഒരു അടിസ്ഥാനം, എൻ്റെ ഒരു എനിക്ക് അതിൽ നിവർന്ന് നിൽക്കാനുള്ള ഒരു ഊർജം ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുണ്ട്, ആ ഒരു ഫൗണ്ടേഷനിൽ നിന്നുണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്ത് അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിങ്ങിന് പോകുന്നു. തീർച്ചയായിട്ടും അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ കുറച്ച് പുസ്തകങ്ങളെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ വായിച്ച ഒരുമാതിരി എല്ലാ പുസ്തകങ്ങളും തന്നെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബംഗാളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങൾ, ആരണ്യകം, ആരോഗ്യനികേതനം തുടങ്ങിയുള്ള പുസ്തകങ്ങൾ. അപ്പം അതെല്ലാം ഞാൻ ആ സമയത്ത് കവർ ചെയ്ത് കളഞ്ഞു. വളരെ സീരിയസ് ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു. അതാണ് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നത്. പിന്നെ ഈ ഒരു വായനയൊക്കെ അങ്ങ് നിന്നു എന്ന് തന്നെ പറയാം. പിന്നെ എഞ്ചിനീയറിംഗ് വന്നു. പിന്നെ ഞാൻ ഡൽഹിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും JNU ക്യാമ്പസിലുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു രാഷ്ട്രീയ ബോധത്തേക്ക് മാറ്റിയ ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കയ്ക്ക് വരുന്നു. ഇപ്പം ഇവിടെ വന്നിട്ട് കൂടുതൽ ഞാൻ വായിക്കുന്നു. വായനയുണ്ട് എന്നുണ്ട്. ഇവിടുത്തെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള വളരെ ഓതേഴ്സിനെയൊക്കെ വായിച്ച് വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലാണ് നമുക്കറിയാമല്ലോ, ചില കാലയളവിലാണ് നമ്മളെ രൂപീകരിക്കുന്ന, നമ്മുടെ എഴുത്തുകാരനെ കണ്ടെത്തുന്ന ചില വർഷങ്ങളുണ്ട്. എനിക്ക് അതൊരു 2011, 12, 13 ആ വർഷങ്ങളിലാണെന്ന് തോന്നുന്നു. ഞാൻ ഒത്തിരി ലേഖനങ്ങൾ എഴുതായിരുന്നു. എനിക്ക് അക്കാലത്തെ സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളെ അതിനെ അവലോകനം എന്ന രീതിയിലല്ലേ അതിനെ എങ്ങനെയാണ് ഞാൻ നോക്കിക്കാണുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ബിലാത്തി മലയാളി എന്ന് പറഞ്ഞ ഒരു മാഗസിൻ UK നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു കോളം പങ്ക്തി എഴുതുന്നുണ്ട്, ഒരു പേജ് എല്ലാ മാസവും എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ എഴുതിക്കൊണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പം പോലും ചെറുകഥകളെ ഞാൻ വളരെ താല്പര്യത്തോടു കൂടിയാണ് സർഗാത്മിക ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ തലത്തിലേക്ക് ഞാൻ നോക്കുന്നത്. അപ്പം അങ്ങനെ ചെറുകഥകളൊക്കെ ചെറുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനതൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ല, അത് മാറ്റിവെക്കുന്നു. അത് എനിക്കുള്ള ഒരു ആത്മവിശ്വാസക്കുറവാകാം, ഒരു തൃപ്തിക്കുറവാകാം, അതൊന്നും പുറം ലോകം കാണുന്നില്ല. ഞാനിങ്ങനെ മാറ്റി വെക്കുന്നു. അപ്പോൾ ഈ എഴുത്ത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു നിമിത്തമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു തുടക്കം, ഈ ചെറുകഥകളുടെ ലോകത്തിലേക്കുള്ള എൻ്റെ വരവിനെ പറ്റി പറയുമ്പോഴാണ് 2013 ജനനി മാഗസിൻ ഒരു ചെറുകഥ മത്സരം സംഘടിപ്പിക്കും. അപ്പം അതിൽ ഞാൻ ഒരു കഥ, അതായത് കൊലുസിട്ട പെൺകുട്ടി എന്നുള്ള കഥ, അപ്പോൾ ഒന്നുകൂടെ റെഡിയാക്കി എടുത്ത് ഒന്നുകൂടെ പൂർത്തീകരിച്ച് 1-2 ഡ്രാഫ്റ്റൊക്കെ എഴുതി റെഡിയാക്കി അയച്ചു കൊടുക്കുന്നു. അത് മികച്ച കഥയായി അതിനെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പം അതൊരു വലിയ സന്തോഷം ഉള്ള കാര്യമായി. അപ്പോൾ അതെനിക്ക് തന്നൊരു ആത്മവിശ്വാസം. അത് തന്നെയല്ല, അവിടെ വന്നപ്പോൾ ഞാൻ ഈ പുരസ്കാരത്തിന് അവിടെ വന്നപ്പോൾ ശ്രീ പെരുമ്പടവും ബഹുമാന്യനായ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളൊക്കെ എന്നെ നല്ലപോലെ സ്പർശിച്ചു, എൻ്റെ കഥയെഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നടന്നു. അതോടനുബന്ധിച്ച് ഞാൻ ഇവിടെയുള്ള എഴുത്തുകാരുമായിട്ട് ബന്ധപ്പെടാനുള്ള വേറെ 1-2 സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഫോമ ഒക്കെ രൂപീകരിച്ച സമയത്ത് അതിൻ്റെ ഒരു ഭാഗമാവുകയും അതിൽ സാഹിത്യ മത്സരം നടത്താൻ ഞാൻ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവിടെയുള്ള എഴുത്തുകാരുമൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടാനും അത് വളരെ നിഷ്പക്ഷമായി ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ പോയി നമ്മുടെ ബഹുമാനിയായ ONV സാറിനെ പോയി കാണുന്നു. പുള്ളിയുടെ അനുഗ്രഹം വരുന്നു, പുള്ളി ഒപ്പിട്ട പുസ്തകങ്ങൾ തരുന്നു. ഇവിടെ തന്നെയാണെങ്കിലും എല്ലാവരുമായിട്ട് ഒരുമാതിരി ഇവിടുത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരുമായിട്ടല്ല എനിക്ക് ബന്ധപ്പെടാൻ സമയം. പ്രധാനമായിട്ട് ചെറിയാൻ സാറ്, അതുപോലെ തന്നെ ഡോക്ടർ MV പിള്ള,
ജെ മാത്യു സാർ, അപ്പം ഇവരൊക്കെ ആയിട്ടുള്ള അവരുടെയൊക്കെ പിന്തുണ എനിക്ക് കിട്ടി. അപ്പം അത് ഭംഗിയായി അതൊക്കെ നടത്തി. അപ്പം അങ്ങനെ ഇവിടുത്തെ എഴുത്തിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. എങ്ങനെയാണ് എഴുത്തുകൾ ഇതിന് വന്ന കഥകളും കവിതകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പം എങ്ങനെയാണ് ഇവിടെ ഒരു എഴുത്ത് രീതികളും ഇവിടെയുള്ള ആളുകളുടെ ചില കഥകളും കവിതകളും ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം, കുറച്ചുകൂടെ നമുക്കും എഴുതാൻ സാധിക്കുമോ എന്നുള്ളൊരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഈ ജനനിയുടെ പ്രൈസ് കിട്ടിയപ്പോൾ രണ്ടാമത്തെ കഥ ഞാൻ എഴുതുന്നത് അതാണ് ബോൺസായി മരത്തിലെ ഗിനിപ്പന്നികൾ. അതെന്ന് പറഞ്ഞാൽ 2 ഗിനിപ്പന്നികൾ ഈ വീട്ടിലുണ്ട്. ഞങ്ങൾ വളർത്തുന്ന 2 ഗിനിപ്പന്നികളിൽ നിന്നാണ് ആ കഥ രൂപപ്പെടുന്നത്. അത് ഞാനിങ്ങനെ പറഞ്ഞ പോലെ അതിനെ നോക്കിയിരിക്കും, അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ കഥകളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ രാഷ്ട്രീയം വരുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല, തീർച്ചയായും നമ്മുടെ ഒരു രാഷ്ട്രീയ മാനമുണ്ട് എല്ലാ കഥകൾക്കും. അപ്പോൾ ആ സമയത്ത് ടസ്കിഗി സിഫിലിസ് എക്സ്പെരിമെൻറ്റിനെ പറ്റിയൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതണം, അതിനെപ്പറ്റി എഴുതണം എന്നൊക്കെയുള്ള അതിങ്ങനെ വായിച്ചു കൂട്ടാണ്. ഇത് കൈ കിട്ടുന്നതല്ല ഇതുപോലെയുള്ള നമ്മൾ നേരത്തെ നാട്ടിലൊക്കെ വെച്ച് കേട്ടിട്ടില്ലാത്തതും നമ്മൾ പുറം ലോകം അങ്ങനെ ഒത്തിരി അറിഞ്ഞിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ തപ്പി കണ്ടുപിടിക്കുകയും അത് വായിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു വലിയ താല്പര്യം അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിലാണ് ഞാൻ അങ്ങനെ ഒരു ചിന്ത എന്നിലേക്ക് കടന്നു വന്നത്. അങ്ങനെയാണ് രണ്ടാമത്തെ കഥ എഴുതുന്നതും അത് പബ്ലിഷ് ചെയ്യുന്നതും. അതിന് പിന്നെ ആ പ്രാവശ്യത്തെ ഫൊക്കാനയുടെ സമ്മാനം ലഭിക്കുകയൊക്കെ ചെയ്തു അവിടുത്തെ സാഹിത്യ മത്സരത്തിന്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പല കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. കാരണം എനിക്കൊരു കഥ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12-13 കൊല്ലമായിട്ട് ഞാൻ 12 കഥകൾ എഴുതിയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു വർഷം 1-2 കഥയ്ക്കുള്ളിൽ എനിക്ക് എഴുതാനാവില്ല. എഴുതും, നമുക്ക് പൂർണ്ണ തൃപ്തിയാകത്തില്ല, അത് മാറ്റിവെക്കും. പിന്നെ എഴുതി അത് ഒരിക്കലും പ്രസിദ്ധീകരിക്കാത്ത, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച ഒത്തിരി കഥാതന്തുക്കളുണ്ട്. അപ്പം അങ്ങനെ ഒക്കെ ഇരുന്നപ്പോഴാണ് മൂന്നാമത്തെ കഥ കടത്ത് എന്നുള്ളത്, അത് കലാകൗമുദി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പം ഞാനൊരു ചെറുകഥയിലേക്ക് എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ലേഖനങ്ങൾ എഴുത്ത് കുറയുകയും ചെയ്തു. പിന്നെ ലേഖനങ്ങൾ പൊതുവെ എന്നെ എഴുതാതെയായി. പക്ഷെ എനിക്ക് തീർച്ചയായും എനിക്ക് സന്തോഷം തരുന്നത് ചെറുകഥകൾ തന്നെയാണ്. പക്ഷേ എഴുത്തിൻ്റെ ഒരു സുഖമെന്നല്ല, പെട്ടെന്ന് എഴുതി എനിക്ക് ഒരു 1-2 ആഴ്ച കൊണ്ട് ലേഖനം നമുക്ക് തീർച്ചയായും അതിൻ്റെ ഫാക്റ്റും ഒക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ ഒരു ലേഖനം എഴുതാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതുപോലെയല്ലോ ഒരു എഴുത്ത്, ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അത് ഒരു കനൽ വഴി തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു ചലഞ്ച്, അത് എങ്ങനെ എഴുതപ്പെടണം, എങ്ങനെ നമുക്കൊരു കഥ പറയാം. നമുക്ക് ഒരു അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിച്ചത് എനിക്ക് അനുഭവിക്കാൻ പറ്റും. എനിക്കത് വേറൊരാളോട് പറയുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഞാൻ അനുഭവിച്ച പോലെ എനിക്കത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വേണമെന്ന് വിതുമ്പാം, ഒന്ന് തേങ്ങാം, ഒരു ഗദ്ഗതം, അല്ലെങ്കിൽ എൻ്റെ സ്വരത്തിൽ ഒരു ശബ്ദ വ്യതിയാനം വരുത്താം. തീർച്ചയായും ഒരു പരിധിവരെ എനിക്ക് എൻ്റെ ഇമോഷൻസിനെ ഒന്ന് കൺവേ ചെയ്യാൻ പറ്റും. അപ്പം ഇത് വാക്കുകളിലൂടെ എങ്ങനെ പ്രകടിപ്പിക്കും, അതൊരു വലിയ ചലഞ്ചായിരുന്നു. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. എന്നെപ്പോലെ നമ്മൾ കരഞ്ഞു അല്ലെങ്കിൽ വിഷമിച്ചു എന്ന് ഒരു പേപ്പറിൽ എഴുതി കൊടുത്താൽ ആരും അത് കൂട്ടാക്കത്തില്ലല്ലോ. അതിൻ്റെ ഒരു അംശം പോലും മനസ്സിലാക്കാനുള്ള ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴാണ് ഞാൻ പല സംഗതി എന്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അന്വേഷണമാണ്. അപ്പം അങ്ങനെയാണ് പലരുടെയും എഴുത്ത് രീതികൾ പരിശോധിക്കുന്നത്. എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് കുറിക്കാൻ പറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇമോഷൻസിനെ കൺവേ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന. വായനക്കാരനും എഴുത്തുകാരനുമായിട്ടുള്ളൊരു ഉടമ്പടി അതാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങൾ തരാം, ഞാൻ അനുഭവമാക്കി തരാം എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി. അത് ഇല്ലാത്തിടത്തോളം കാലം ആ കഥ നിലനിൽക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഈ കഥകളിലൂടെയെല്ലാം ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് എൻ്റെ ഒരു വോയിസാണ്, എൻ്റെ ഒരു സ്റ്റൈലാണ്, എന്താണ് എൻ്റെ എഴുത്ത് രീതി. അത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ അത് ഞാൻ പല രീതിയിൽ എഴുതി നോക്കി. പല രീതിയിലും അത് ആവശ്യപ്പെടുന്ന ഭാഷയും ആഖ്യാന ശൈലിയും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതൊന്ന് പൂർണ്ണമായി വിജയിച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത് പഠനമാണ്, ഒരു പഠനക്കളരിയായിട്ട് മാത്രമാണ് ഈ കഥകളെ ഞാൻ കണ്ടത്. എന്നെ സംബന്ധിച്ചോളം നല്ല കഥകൾ എഴുതണം. അത് ഓരോ അവസരങ്ങളും ചിലപ്പോൾ ജീവിതത്തിൽ എൻ്റെ പിടിവിട്ട് പോകുമ്പം പോലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ എഴുത്താണ്.
എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എഴുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോകുമ്പോൾ അത് ഞാൻ നെഞ്ചോട് ചേർത്ത പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അത് എന്തെല്ലാം ത്യാഗം സഹിച്ചാലും അതിൻ്റെ ഏതൊക്കെ നിറവിൽ അത് പറയാൻ എനിക്ക് സാധിക്കൂ എന്ന് ഞാൻ ഇപ്പോഴും പരതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് അവസ്ഥയിലും അതിനു വേണ്ടിയുള്ള ശ്രമം എനിക്കുണ്ടാകും. എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കഥ എഴുതിക്കൊള്ളാമെന്നുണ്ട്. ഇപ്പോഴും ഞാൻ കഥ എഴുതുന്നത് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ രീതിയിൽ നിന്ന് തൃപ്തി തരാതെ എനിക്കൊരു കഥ പബ്ലിഷ് ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സമയമെടുക്കാൻ, അതിൻ്റെ ഒരു പരിമിതിയും കൂടെ ആയിരിക്കാം. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ ആ ഒരു കഥാപാത്രത്തെ, അപ്പോൾ ഒരു എങ്ങനെയാണ് ഒരു കഥ, ഞാനിപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ, നമുക്ക് സമയപരിധിയുണ്ട്, അത് തന്നെയല്ല നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതിനെ പറ്റി ഒന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ഒരു 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 കഥാ തന്തു എങ്ങനെ രൂപപ്പെടുന്നു, അത് ഒഴികെ അതെങ്ങനെ പേപ്പറിലോട്ട് പകർത്തപ്പെടുന്നു, അത് സംവേദനക്ഷമമാക്കുന്നു എന്നുള്ളതായിട്ടുള്ള വെല്ലുവിളികളെ നമ്മൾ നേരിടാൻ നമ്മൾ തയ്യാറാണ്. എനിക്ക് തോന്നുന്നു ഓരോ കഥയും അത് നമുക്ക് ആ വെല്ലുവിളികൾ ഓരോ കഥയിലും ഉണ്ട്. ഇതൊന്നും ഈസിയല്ല, ഈസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അത്ഭുതമാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കഥയൊക്കെ എഴുതിയെന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് അത് പറ്റില്ല, അത് അസൂയ തോന്നാറുണ്ട് അവരോട്. കാരണം എനിക്കത് സാരമില്ല, അത് നമ്മളൊരു കലക്ക വെള്ളത്തിൽ നോക്കിയിരിക്കുന്ന പോലെ തെളിഞ്ഞു തെളിഞ്ഞ കഥ വരണം, കഥ നമ്മളിലേക്ക് വരണം. ആ കഥാപാത്രങ്ങൾ കൂടുതൽ നമുക്ക് മികവുറ്റതാവുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മളൊരു വാക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാറുണ്ട്, നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു വാക്ക് കിട്ടാൻ. കാരണം ആ ഒരു അർത്ഥം നമുക്ക് കൊടുക്കാൻ, ആ ഒരു അർത്ഥം അല്ലെങ്കിൽ അത് വായനക്കാരന് മനസ്സിലാകണമെങ്കിൽ ആ വാക്കേ പറ്റുള്ളായിരിക്കും. ചിലപ്പോൾ 4-5 വാക്കുണ്ടായിരിക്കും അതിൻ്റെ ഒരു പര്യായവും കാര്യങ്ങളും. ആ ഒരു വാക്കിന് വേണ്ടിയുള്ളൊരു ചിലപ്പം തേടി പിടിക്കുക, അല്ലെ ഒരു വാചകം, ആ വാചകത്തിൽ ഒളിപ്പിക്കുന്ന, എന്നെ സംബന്ധിച്ചോളം പറയുന്നത് മാത്രമല്ല, പറയാതിരിക്കുന്നതും നമ്മൾ കാണുന്നത് മാത്രമല്ലല്ലോ, അതിൽ നമ്മൾ കാണാത്ത എന്തുമാത്രം എത്രയോ അധികമാണ് നമ്മൾ കാണാത്തത്. നമ്മൾ അനുഭവിച്ചത് മാത്രമല്ല, എത്രയോ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാത്തതുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോ കഥാപാത്രങ്ങളും പറയുന്നത്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ പറയുന്നത് പൂർണ്ണമായും നമ്മൾ കാര്യങ്ങൾ പറയുന്നില്ല. എന്തെല്ലാം ഒളിപ്പിച്ചിട്ടാണ് ഒരു വ്യക്തി പറയുക, എന്തെല്ലാം സൂചനകൾ തന്നുകൊണ്ടാണ്, എന്തെല്ലാം ധ്വനിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പം അങ്ങനെയുള്ള അതിലേക്കുള്ള ഒരു സൂക്ഷ്മമായൊരു നോട്ടത്തിലുള്ള ശ്രമം മാത്രമാണ്. അതൊരിക്കലും അതൊന്നും പൂർണ്ണത ഒന്നിനും ഇല്ലല്ലോ. ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ പൂർണ്ണതയെന്ന് പറയാവുന്നൊന്നുമില്ല. അപ്പം അതിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്ര അത് ഞാൻ തീർച്ചയായും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് ആ ഒരു അനുഭൂതി എനിക്ക് തരുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, അത് ഓരോ കഥയിൽ, ഈ 12 കഥയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. നമ്മുടെ പ്രയത്നം, നമ്മുടെ ഉറക്കം, നമ്മുടെ ജീവിതത്തിന് മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന സന്തോഷത്തോടു കൂടിയാണ്. കഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കഥയെ പൂർണ്ണ സ്ഥിതിയിലാക്കാൻ? അത് വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു ധനമാർഗമോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനോ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു നല്ല കഥ പറയാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് എന്നെ മുന്നോട്ട് മിക്കവാറും കഥയുടെ ഇതിലേക്ക്. പിന്നെ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഇമോഷൻസ് എങ്ങനെ നമുക്ക് കൺവേ ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മെലോ ഡ്രാമ ആയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. അല്ലാതെ എങ്ങനെ നമുക്ക് ഇമോഷൻസ് കണക്ട് ചെയ്യാൻ പറ്റും? പിന്നെ പ്രതീകങ്ങൾ, എന്തെല്ലാം പ്രതീകങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മുറിയിലുള്ള ഒരു സാധനം പോലും അതിന് അതിൻ്റെതായ അർത്ഥമുണ്ടെന്നും അത് ആ കഥയെ എലിവേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ വ്യത്യാസം വരുത്തും. അതിൻ്റെ ഒരു ലൈറ്റിങ് പോലും, അവിടെ ഉണ്ടാകുന്ന ഒരു മണം പോലും, അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു കാറ്റിൻ്റെ സീൽക്കാരം പോലും കഥയുടെ ഭാഗമാണെന്നും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എഴുത്തിൻ്റെ എൻ്റെ വഴികൾ പറയുന്നു. ഞാനത് കൂടുതൽ ഇതെല്ലാം ഒരു ശ്രമമാണ്. ഞാൻ വളരെ തുറന്ന് സംസാരിക്കുകയാണ്, ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. അല്ലാതെ നമ്മളൊരു ഹോണസ്റ്റ് അല്ലാതെ സത്യസന്ധമായിട്ട് മാത്രമേ എഴുത്ത് അംഗീകരിക്കപ്പെടുകയുള്ളൂ. നമ്മൾ ഒന്നും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. പലരും പറയുന്നുണ്ട് എനിക്കിത് എഴുതാൻ, പലരും എന്നോട് സാന്ദർഭികവശാൽ സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ പറയുന്നുണ്ട്, എങ്ങനെ ഞാനിത് എഴുതും? തുറന്നെഴുതണം.
നമുക്ക് തുറന്നെഴുതാനാവണം. എന്നാലേ ഒരു എഴുത്തുകാരൻ എന്നുള്ള യാത്രയിൽ ഒരു എഴുത്തുകാരനായി നമുക്ക് ഈ സമൂഹത്തോടൊക്കെ ഉള്ള ഒരു നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാത്രമേ, നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് മാത്രമേ പകർത്താൻ പറ്റൂ, ഇവിടെ ആർക്കും പറ്റില്ല. നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്തിനെങ്കിലും വേണ്ടി ഒരു ചെറിയ താലന്ത് നമുക്ക് കൊടുക്കാൻ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കഥയും പുതിയ ഒരു കഥ കിട്ടുമ്പോൾ, അതിൻ്റെ ഒരു കഥാതന്തു കിട്ടുമ്പോൾ എക്സൈറ്റഡ് ആണ്, അതിൻ്റെ പുറകെ പോകും. കുറച്ച് കഴിയുമ്പം മനസ്സിലാക്കും ഒരു കഥയല്ല, ഒരു സന്ദർഭം മാത്രമാണ്, കഥയാക്കാൻ പറ്റില്ല, അതൊരു ഒരു 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 ക്യാരക്ടർ ആർക്കില്ല. അങ്ങനെ വേറെ വേരിയസ് ഫാക്ടേഴ്സ് അതെല്ലാം കൂടെ നമ്മൾ നോക്കി എടുക്കുന്നു. അപ്പം അതാണ് എൻ്റെ ചുരുങ്ങിയ സമയത്തുള്ളിൽ പറയാനുള്ളത്. നിങ്ങൾ ചോദ്യങ്ങളുണ്ട് ചോദിക്കും. വളരെ നന്ദി ബിജോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. എനിക്കൊരു ചോദ്യമുണ്ട്. ചോദിച്ചോളൂ, സ്വയം പറഞ്ഞിട്ട് ചോദിച്ചോളൂ. അബ്ദുക്ക, എനിക്ക് മനസ്സിലായി, പക്ഷെ എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. താങ്ക് യു. നിങ്ങൾ പറഞ്ഞാറുണ്ട്. ബിജുവിനോട് ചോദിക്കാനുള്ളത്, ബിജുവിന്റെ 2 കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ അതില് മഞ്ഞ് മാറാത്ത പുനർക്കുളം ഫേസ് വരുന്നില്ല കേട്ടോ, അങ്ങോട്ട് നീങ്ങി കുറച്ചുകൂടി നീക്കിക്കോളൂ. അപ്പൊ അതിൽ മഞ്ഞ് മാറ്റാത്ത വീട്, അത് വായിച്ചു. പിന്നെ പാപം ചെയ്യാത്ത അതും വായിച്ചു. അത് മഞ്ഞ് മാറ്റാത്ത വീട് അത് കുറച്ചുകൂടിയും വിഷമൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി എനിക്കത് സരളമായിട്ട് മനസ്സിലായി, വളരെ സുതാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. അതേ സമയത്ത് തന്നെ പാപം ചെയ്യാത്തതെന്ന് പറയുമ്പോൾ അതിലൊരു കുറച്ച് ഭാഗം കുറച്ചൊരു ദുർഗ്രാഹ്യമായി തോന്നി. എന്ന് വെച്ചാൽ ഒരു പൗരോഹിത്യം, അതിൽ ഒരു വിദ്യാർത്ഥി 12 വർഷം പഠിച്ച വിദ്യാർത്ഥി, അത് ഉദ്ദേശശുദ്ധി, വ്രതം, പ്രതിജ്ഞ, ഇതിൽ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അബദ്ധസഞ്ചാരത്തിലേക്ക് അയാൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോ ആ ഭാഗം മാത്രമേ, മറ്റാ കഥയിൽ മറ്റുള്ളവർക്ക് സുന്ദരമായിട്ടാണ്ട് പോകുന്നുണ്ട്. ആ ഭാഗം പെട്ടെന്ന് വായനക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് പൗരോഹിത്യത്തെ പറ്റി വലിയ വീറൊന്നും ഉണ്ടാവില്ല, കുറച്ച് വീറുള്ളവർക്കൊക്കെ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ എൻ്റെ വിജ്ഞാനക്കുറവാവോ, അത് കഥയിലെ പൊതുവെയുള്ള ദുരൂഹത ആണോ എന്നൊന്ന് വ്യക്താക്കിയ മറ്റുള്ളവർ കൂടിയിട്ട് വ്യക്താക്കിയ തെറ്റില്ല. തീർച്ചയായും വളരെ സന്തോഷം ചോദ്യം ചോദിച്ചത്. അല്ല, അങ്ങനെയുള്ള മൊറാലിറ്റിയെ തിരുത്താനാണല്ലോ, അങ്ങനെ അതിനെ ചോദ്യം ചെയ്യുന്ന കഥയാണല്ലോ അത്. അപ്പം അതിനെ നമുക്ക് സാധൂകരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം വാദത്തിന് പോലും അങ്ങനെ ഒരു കൺസർവേറ്റീവായ ചിന്തയിൽ പോയാലും പുള്ളി പൗരോഹിത്യം തുടങ്ങിയില്ല, പൗരോഹിത്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണത്. അല്ലെങ്കിൽ പോലും അതിനകത്ത് ഉത്തരങ്ങൾ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അത് പലരും വായിച്ചു കാണും. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു അത്. ഞാൻ എനിക്കൊരു കമന്റും ഒരു ചോദ്യമുണ്ട്. എൻ്റെ പേര് കേൾക്കാമല്ലോ അല്ലേ? പറഞ്ഞോളൂ മുരളി. എൻ്റെ പേര് മുരളി ജയൻ നായർ. ഞാൻ ലാനയ്ക്ക് ഒരു ഔട്ട്സൈഡറാണ്. പണ്ട് ഞാൻ ലാനയുടെ മീറ്റിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഔട്ട്സൈഡർ പറയാൻ കാരണം ഒന്നാതാണ്, ലാനയുടെ മീറ്റിങ്ങുകൾ അങ്ങനെ കൂടുതൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. രണ്ടാമത് ഞാൻ ലാനയുടെ അംഗസംഘടനകളൊന്നും മെമ്പറല്ല, അപ്പോൾ ഒരു ഔട്ട്സൈഡറാണ് ഞാൻ. എന്നാലും ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള മിക്ക ആൾക്കാരെ എനിക്കറിയാം, അവർക്ക് എന്നെ അറിയാം. അപ്പോൾ എൻ്റെ പിന്നെ കമൻ്റ് ഇതാണ്, ബിജോയുടെ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ കഥകൾ, കലാകൗമുദി വന്ന കഥകൾ ഞാൻ നേരത്തെ വായിച്ചിരുന്നു. പിന്നെ ഈ പുസ്തകം ഞാൻ വായിച്ചു. അപ്പോൾ പുസ്തകം വായിച്ചപ്പം എനിക്ക് തോന്നിയത് ഇതിലെ പല കഥകളും ഞാൻ എഴുതിയതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ എഴുത്ത് ശൈലിയും എഴുത്തിലെ ചിന്താധാരയുമായിട്ട് അത്ര താതാത്മ്യം പ്രാപിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടെ ബാൽക്കണിയിലായിരിക്കുന്നത്. ഞാനിവിടെ ഇന്തോനേഷ്യയിലെ ഒരു ഗസ്റ്റ് ഹൗസിലാണ്. രാവിലെ 9 മണിയായി. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ അല്ലെ ഇവിടെ ബാൽക്കണി ഇരുന്നെങ്കിലേ ഈ വൈഫൈ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം MD വാസുദേവൻ നായർ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ എഴുത്തുകാരൻ എഴുതുന്നതല്ല വായനക്കാരൻ വായിക്കുന്നത്. എഴുത്തുകാരൻ എഴുതുന്ന മെറ്റീരിയലും
വായനക്കാരൻ്റെ മനസ്സിലുള്ള മെറ്റീരിയലിനോട് ചേർത്തുള്ള ഒരു പുതിയ സാധനമാണ് വായനക്കാരൻ ഉള്ളിലേക്ക് വായിക്കുന്നത്. അപ്പം എഴുത്തുകാരൻ എഴുതുന്ന ആ സാധനമായിട്ട് ഒത്തുപോകാൻ വായനക്കാരൻ്റെ മനസ്സിൽ ഉള്ള ആ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വായനക്കാരൻ്റെ മനസ്സിലുള്ള മെറ്റീരിയലിനോട് ഒത്തുപോകുന്ന രീതിയിലായിരിക്കണം എഴുത്തുകാരൻ എഴുതുന്നത്. അത് അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതാണ് വായനയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അങ്ങനെ എൻ്റെ വായനയെ ഈ ബിജോയുടെ കഥകൾ വായിക്കുമ്പോൾ ഉള്ള വായനയെ കൂടുതൽ ആസ്വാദ്യകരമാക്കിയത് എൻ്റെ മനസ്സിലുള്ള മെറ്റീരിയലോട്ട് ഒത്തുപോകുന്ന സംഗതികളാണ് ബിജോ എഴുതിയിരിക്കുന്നത്. അതൊരു വലിയൊരു കാരണം അങ്ങനെ വളരെ കുറച്ച് എഴുത്തുകാരുടെ കഥകളെ നമ്മൾ അത്ര മേൽ സ്വാധീനിക്കുള്ളൂ, അത്രയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുകയുള്ളൂ, നമ്മളെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവാണ്. ബിജോ ഉദ്ദേശിച്ച തലത്തിനേക്കാൾ ഉയർന്ന തലത്തിലേക്കായിരിക്കും നമ്മുടെ മെറ്റീരിയലുകൾ ചേർക്കുമ്പോൾ നമ്മളെ ആ കഥകൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ പുസ്തകം വായിച്ചപ്പോഴുള്ള ആ പുസ്തകം വായിച്ച എനിക്ക് വളരെ ആസ്വാദ്യകരമായിട്ട് തോന്നി. അതാണ് എനിക്ക് പറയാനുള്ള കമന്റ്. പിന്നെ ചോദ്യം ഇതാണ്, പിന്നെ വേറൊരു കാര്യം, ബിജോയുടെ കഥകളുടെ പ്രമേയങ്ങൾ നമ്മുടെ മലയാളികളോ ഇന്ത്യക്കാരോ അല്ലാത്ത കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കഥകൾ, അങ്ങനെയുള്ള കഥകൾ ഞാനും എഴുതിയിട്ടുണ്ട്. അതും എനിക്കൊരു വളരെ വേറൊരു തലത്തിലേക്ക് കഥകളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചോദ്യം ഇതാണ്, ഈ ഒരു കഥാബീജം എങ്ങനെയാണ് മനസ്സിലേക്ക് വരുന്നത്? ഒരു കഥാബീജം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കഥയായിട്ട് അത് രൂപപ്പെട്ട് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു ബിജോ, എന്നാലും ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? താങ്ക് യു. അതൊരു ടഫ് ചോദ്യമാണ്. ടഫ് ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കഥാബീജം വരുന്നത് എന്നുള്ളത് എവിടുന്നും വരാം. നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും അത് വരിക. നമുക്ക് ചിലപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഡയലോഗിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ഒരു വലിയൊരു വാക്കിൽ നിന്ന് വരെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടും. അത് വളരെ വ്യത്യസ്തമായിരിക്കും, കഥ വ്യത്യസ്തമായിരിക്കും. പക്ഷെ എന്ത് വേണേലും ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ബോൺസായി മണത്തിലെ ഞാൻ പറഞ്ഞ ആ ഗണിപ്പുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്ത് ആ ചിന്തയിൽ നിന്ന് ഉടലെടുത്താണ് ആ കഥ. പിന്നെ എൻ്റെ ആദ്യത്തെ മഞ്ഞൊഴിയാത്ത വീട് എന്നുള്ള കഥ അത് വന്നത് എൻ്റെ ഒരു ചിന്തയാണ്. ഞാൻ എൻ്റെ റൂം അത് ശരിയായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവിടെ ഇതിനു മുമ്പ് ആരോ താമസിച്ചിരുന്നു. അപ്പോൾ ആ താമസിച്ചിരുന്ന അവരെ പറ്റി അപ്പോൾ അവരിതുവഴിയൊക്കെ നടന്നതാണല്ലോ. അവരുടെയൊക്കെ സംസാരവും അവരുടെ വഴക്കും അല്ലെങ്കിൽ അവർ ആരായിരുന്നാലും അവരുടെ ആ ഒരു ശ്വാസനിശ്വാസങ്ങളും എല്ലാം ഇതിനകത്ത് ഈ മുറിക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു. അവർ വേറെ രീതിയിൽ ഫർണിച്ചർ ഇവിടെ ഇട്ടിരിക്കാം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒത്തിരി എൻ്റെ മനസ്സിലോട്ട് കടന്നു വരും. എന്തായിരിക്കും അവർ? അപ്പം ആ ഒരു ചിന്തയിൽ നിന്നൊക്കെയാണ് ഈ കഥ രൂപപ്പെടുന്നത്. പക്ഷേ തുടക്കത്തിൽ നിന്നൊക്കെ കഥ ഒത്തിരി മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമയം എടുക്കുന്നത്. നമ്മളൊരു കഥ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഇപ്പം പല കഥകളും അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് എഴുതിയ കഥകളിലൊന്നാണ് വേട്ടക്കിറങ്ങിയ മാനുകൾ. അപ്പം അതും ഇങ്ങനെ ഒരു കഥ എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അത് വായിച്ചിട്ടുണ്ടപ്പോൾ അറിയാം, തീർച്ചയായും വായിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്തറിയാം നമ്മളത് അയാളുടെ മനോഗതങ്ങൾ, അയാൾ സ്വപ്നത്തിൽ പോകുന്നതും അയാൾ കാണുന്നതും ആയിട്ടുള്ള വളരെ അതൊരു അസ്തിത്വവാദത്തിൻ്റെയൊക്കെ ഒരു ലൈൻ. അയാളുടെ ഒരു എക്സിസ്റ്റൻസിനെ പറ്റി പുള്ളി തന്നെ ചിന്തിക്കുകയാണ്, ഇതിൻ്റെ എന്താണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ മാനുകൾക്ക് അതിൻ്റെതായ പ്രതീകങ്ങളുണ്ട്. ആ കഥയെപ്പറ്റി ഞാൻ തന്നെ കൂടുതൽ പറയുന്നത് ശരിയല്ലല്ലോ. അത് തീർച്ചയായും എൻ്റെ ഒരു കഥയുടെ പറച്ചിലിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയർഡ് ആണ് എഴുതണം. എനിക്കറിയാം ഇത് പുതിയ കാലത്തെ വായന രീതിയോട് ഒട്ടും യോജിക്കുന്നതല്ല എൻ്റെ കഥ പറച്ചിൽ പലപ്പോഴും. ഇപ്പം പെട്ടെന്ന് വായിച്ചു പോകാൻ ഉള്ള രീതിയിലുള്ള കഥകളാണ് കൂടുതൽ വായിക്കപ്പെടുകയും കൂടുതൽ വിൽക്കപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ എൻ്റെ എഴുത്ത് രീതി നിർഭാഗ്യവശാൽ ചിലപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് ഞാൻ തന്നെ സമ്മതിക്കുന്നത്. കാരണം അത് രണ്ട് വായനയോ ഒക്കെ വേണ്ട രീതിയിലാണ് ഞാൻ എഴുതി ശീലിച്ചത്. അങ്ങനെയായിപ്പോയി ആ ഒരു ഇത് വരുന്നത്. ഇപ്പം ഞാൻ തിരിച്ച് ആ ഉത്തരത്തിലേക്ക് വരികയാണ്. ഒരു കഥ തന്തു വന്നു, ആദ്യം ഞാനത് ശ്രദ്ധിക്കുന്നത് അതൊരു കഥയാകാമോ അല്ലയോ എന്നുള്ളതാണ്. കാരണം അതൊരു സന്ദർഭം മാത്രമാകാം, ജസ്റ്റ് ഒരു സീനിൻ്റെ ഒരു ലാഭം മാത്രമേ ഉള്ളൂ. അതൊരു ക്യാരക്ടർ ആർക്ക് വേണം, അല്ലെങ്കിൽ അത് ആദ്യമധ്യാന്തം ആ കഥയ്ക്ക് നമുക്ക് പോകാൻ പറ്റണം. അത് ഉണ്ടായാൽ തന്നെ ഒരു കഥ കിട്ടിയാൽ തന്നെ അത് എന്താണ്, നമുക്ക് ഏത് രീതിയിൽ അത് ക്യാരക്ടർ ഡ്രിവൺ ആയിരിക്കണോ, അത് പ്ലോട്ട് ബേസ്ഡ് ആയിരിക്കണം. ഇപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്ത വരും. അത് അവകാശപ്പെടുന്ന ഏത് രീതിയിലുള്ള പശ്ചാത്തലമാണ് അതിന് ഒരുക്കേണ്ടതെന്ന് വരും. നമ്മളൊരു പശ്ചാത്തലമൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു കഥയുടെ ഒരു ബീജം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് സ്ഥലത്തും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ, അതിന് യോജിച്ചതാണോ എന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് വരും.
അപ്പം അതിനെന്തെല്ലാം നമുക്ക് ആ ഒരു കാലാവസ്ഥയെ പോലും അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഏതൊക്കെ ഘടകങ്ങളുണ്ട് എന്നൊരു ചിന്ത. അത് വളരെ സമയമെടുത്ത് ചെയ്യുന്ന, പെട്ടെന്നൊന്നും ഉണ്ടാകുന്നതല്ല. അത് ചിലപ്പം എഴുതി കഴിഞ്ഞ് പതുക്കെ നീറി വന്ന് ചേരുന്നതായിരിക്കാം പലപ്പോഴും. പിന്നെ അങ്ങനെയാണ്. പക്ഷെ അതിനൊരു യെസ് ഓർ നോ ഇന്നയിടത്തുനിന്ന് തന്നെ അത് കിട്ടണമെന്നില്ല. നമ്മൾ അത് ഏത് സമയത്ത് ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡ്രൈവിനിടയിലായിരിക്കും നമുക്കൊരു ചിന്തയുടെ ഒരു സ്പാർക്ക് വരുന്നത്. പോകുന്ന വഴി ഒരാളെ കാണുമ്പോഴായിരിക്കും, അയാളുടെ വേഷവിധാനവും, അല്ലെ രണ്ട് ഫാമിലി തമ്മിൽ സംസാരിക്കുന്ന കേൾക്കുന്ന ഒരു വാചകം നമ്മൾ കേൾക്കുമ്പോഴായിരിക്കും, അതെങ്ങനെയാണത്, ആ ഒരു എന്തൊരു അടിസ്ഥാനം നമ്മുടെ ഭാവനയിൽ കൂടെ അത് കാണാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ചിലതൊക്കെ നമ്മുടെ നേരിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ വിദഗ്ധമായിട്ട് അതൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും. അത് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ അനുഭവിച്ചതും ഒക്കെ പല രീതിയിൽ നമ്മൾ കോറിയിടപ്പെടുന്നുണ്ട്. അല്ല, ഇങ്ങനെയാണ് പൊതുവെ. പക്ഷെ അതിനൊരു ഇന്ന രീതിയിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്, നമ്മളൊരു കഥ ആവശ്യപ്പെടുന്ന എന്താണ് അതിനുള്ളത് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് ഓരോ കഥയും എന്നാണ് ഞാൻ ഇപ്പം പറയുന്നത്. ഈ മൾട്ടി ലെയർ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. കാരണം വിജയുടെ ചില കഥകൾക്ക് അത് മൾട്ടി ലെയർ ട്രീറ്റ്മെന്റ് കാണുന്നുണ്ട്. നമ്മുടെ ഒരു മൂവി ഉണ്ടല്ലോ, ഇൻസെപ്ഷൻ. ആ ഇൻസെപ്ഷൻ മൂവി ഓർക്കുന്നുണ്ടോ? മൾട്ടി ലെയർ സ്വപ്നങ്ങളാണ് ആ മൂവിക്കകത്തുള്ളത്. അതേമാതിരി ഞാൻ എൻ്റെ ചില കഥകൾ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കഥകളിൽ ആ മൾട്ടി ലെയർ ആ ട്രീറ്റ്മെന്റ് നമുക്ക് അത് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും മുരളിയുടെ കഥകൾ ഒന്ന് വായിക്കണം കേട്ടോ. ഞാൻ വായിച്ചോളാം. എനിക്കൊന്ന് അയച്ചു തരുമോ എല്ലാം ചെയ്യണം. ഞാൻ വായിച്ചിട്ടില്ല. താങ്ക് യു. ഒരാശയം കൊണ്ടുവന്നിട്ട് അത് പിന്നെ കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞുറപ്പിക്കണം എന്ന് താങ്കൾ നിശ്ചയിക്കാറുണ്ടോ? ഒരാശയത്തിൽ ഊന്നി അതെനിക്ക് ആശയം എനിക്ക് പറഞ്ഞുറപ്പിക്കണം എന്നൊരു ചിന്താഗതി ഉണ്ടോ? അതല്ല, ഞാൻ ചിലത് വായനക്കാർക്ക് വിടുകയാണ്. അതായത് അവരുടെ ബ്രിങ്ങിങ്ങിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അല്ല, അങ്ങനെ ഒരു ആശയം വായനക്കാർക്ക് വേണ്ടിയിട്ടില്ല, താങ്കൾക്ക് അത് പറഞ്ഞുറപ്പിക്കണം എന്നൊരു ചിന്താഗതി ഉണ്ടാകാറുണ്ടോ? ഞാൻ അനുവർത്തിക്കാറുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. ഒരു കഥാപാത്രമായിട്ട് ഞാൻ ബന്ധപ്പെടാറില്ല. ഇപ്പം ഞാൻ എൻ്റെ ഇസങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ആ കഥാപാത്രത്തെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയുണ്ട്. അതിൽ നിന്ന് ഞാൻ ബോധപൂർവ്വം മാറാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ അങ്ങനെയാണ്, എല്ലാ കഥകളും അതുപോലെ ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു എന്താ പറയുക, ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ എല്ലാ കഥകളും ഫെമിനിസവുമായിട്ട് ബേസ് ചെയ്തൊരു സംഭവമായിരിക്കും. അപ്പം ഞാൻ അതിൽ നിന്നൊന്നും മാറി നിൽക്കും. അല്ലാതെ കഥാപാത്രങ്ങളും അല്ലാത്തൊരു ലോകം കൂടെ ഉണ്ടല്ലോ, ആ ലോകത്തെയും കൂടെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ നമുക്ക് ചെയ്യാൻ അങ്ങനെ ഒരു ആശയം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി എന്നുള്ള രീതിയിൽ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. അത് വായനക്കാർക്ക് തീർച്ചയായും മനസ്സിലായി. എന്നെ സംബന്ധിച്ചോളം ഒരു മനുഷ്യൻ്റെ ഒരു മിക്കവാറും ഒരു ക്യാരക്ടറിൻ്റെ അന്തസംഘർഷങ്ങളിലേക്കൊന്ന് കടന്നു പോവുക, അല്ലെങ്കിൽ അവൻ്റെ വികാര വിചാരങ്ങളിലേക്കൊന്ന് ഊളിയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും സാധിക്കുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു അനുഭവം ഒന്ന് തൊടാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമാണ്. ആ ഒരു തലത്തിലുള്ള എൻ്റെ ചോദ്യം. അതിനെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, അതിന് പുറത്തുള്ള ചില പ്രോപ്പർട്ടീസും കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അത് കുറച്ചൊന്ന് നമ്മൾ അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബിജോയുടെ ഈ ഗീത ജോർജ് സംസാരിക്കുന്നേ. പിന്നെ ബിജോയുടെ ഇത് 2-3 വായിച്ചു. ഞാൻ 3 ചെറുകഥകൾ ഞാൻ വായിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വായിച്ചു. അത് പുസ്തകം കിട്ടിയില്ല, പക്ഷെ ഞാൻ അതിന്റെ പ്രിന്റ് വെന്നിയെ കൊണ്ട് ഞാൻ വരുത്തിച്ച് വായിച്ചു ഇതിനു മുമ്പ്. അതും വായിച്ചു, ബോൺസായും വായിച്ചു. പിന്നെ മറ്റേത് പാവഭാരത്തിന്റെ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഫൊക്കാനയുടെ ഇതിനകത്തുണ്ടായിരുന്നല്ലോ, അത് വായിച്ചു. അപ്പൊ പിന്നെ ബിജോയുടെ എഴുത്തിന്റെ ശൈലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത് യു ലീവ് ഇറ്റ് ടു ദ റീഡേഴ്സ്. അതിന്റെ അത് ലീവ് ചെയ്യുന്ന വളരെ നല്ലതാണ്. ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് അതെനിക്ക് തോന്നി. അത് പ്രത്യേകിച്ച് ആ പാവഭാരത്തിന്റെ ഇത് ചെമ്മാച്ചൻ പിന്നെ വേശ്യയുടെ കൂടെ അല്ല, അവരുടെ പിന്നെ വേലക്കാരിയുടെ കൂടെയാണ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്നുള്ളത് അതൊരു ബ്യൂട്ടിഫുൾ ഒരു ഇതായിരുന്നു. ഐ റിയലി ലൈക്ഡ്. നല്ല രസമുള്ള കഥയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ആ മഞ്ഞ് അതിന്റെ ആ കഥ
ബ്യൂട്ടിഫുൾ. അത് വാസ് എക്സലന്റ് സ്റ്റോറി. അത് ശരിക്കും മനസ്സിന് അത് ഒരു നോവ് പോലെ. രാത്രിയിലാണ് ഞാനും ബെന്നിയും കൂടി കണ്ടിന്യൂസ് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബെന്നി, ഐ ലൈക്ക് ദാറ്റ് സ്റ്റോറി സോ മച്ച്. അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു എന്നെ ആ സ്റ്റോറി എന്ന് പറഞ്ഞത്. അപ്പൊ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ സ്റ്റോറി നല്ലതാവൂ. അങ്ങനെയാണ് അത് ഇപ്പൊ നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. വിജയ്ക്ക് നല്ല യു ഹാവ് ലോങ് വേ ടു ഗോ. നല്ലതായിട്ട് എഴുതാൻ വരട്ടെ. ഇനിയും ധാരാളം പുസ്തകങ്ങൾ എഴുതട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഇതുണ്ട്. അതുപോലെ ബോൺസായിട്ട് ഗിനിപ്പന്നികൾ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റോറി, വെരി വെരി ഗുഡ് സ്റ്റോറി. പിന്നെ വളരെ സന്തോഷം കേട്ടോ, വളരെ സന്തോഷം. അതുപോലെ തന്നെ പിന്നെ മാലിനിയുടെയും പിന്നെ ഈ അവരുടെ മറ്റേ അത് ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഇനി ഞാൻ വായിക്കാം. മാലിനി നല്ല റൈറ്റർ ഉണ്ട്. സാംസിയുടെ ഇത് വായിച്ചില്ല ഞാൻ, അത് പിന്നെ വായിക്കാം. എനിവേ എല്ലാവർക്കും ആശംസകൾ കേട്ടോ. താങ്ക് യു ഗീത ചേച്ചി. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടോ? ജേക്കബ് ജോൺ സാറേ, പറഞ്ഞോ. ചോദ്യം നമ്മുടെ എല്ലാവരും 3 പേരോടും കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് മാനേജ്മെന്റിൽ ഒരു ലെസൺ ഉണ്ട്, അതായത് പ്രോജക്ട് ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. സ്റ്റാർട്ട് വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതായത് എൻ്റെ ചോദ്യം ഇതാണ്, അതായത് കഥ എഴുതുമ്പോൾ സാംസി സാർ ആദ്യം പറഞ്ഞു ഞാനിങ്ങനെ കഥ എഴുതി തുടങ്ങിയിട്ട് അതിങ്ങനെ മുൻപോട്ട് പോകുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെ പറഞ്ഞു. അതായത് അദ്ദേഹം സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു, പിന്നെ അത് കഥ അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് ഒഴുകുകയാണ്. അതുപോലെയാണോ അതോ ക്ലൈമാക്സ് ആണോ, അതെങ്കിൽ അതായത് അവസാനം എങ്ങനെ ഇത് അവസാനിക്കാൻ പോകുന്നു എന്നതിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് ചിന്തിച്ച് കഥ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അതോ ഏതാണ് അതിൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് രീതി, അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ സ്റ്റൈൽ എന്നുള്ളത് ആണ് എൻ്റെ ചോദ്യം. ബിജോയ്ക്ക് മറുപടി പറയാം. തീർച്ചയായിട്ടും. അല്ല, അതും ചിലപ്പോൾ നമ്മൾ ഒരു ഘടകമാണ്. ചിലപ്പം ആ കഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതല്ല, കഥ ഏകദേശം നമുക്കൊരു ചിലപ്പോൾ ഒരു ഐഡിയ വരുമായിരിക്കും. ഇങ്ങനെ ഒരു എൻഡിങ് ചിലപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളും. രൂപം കൊണ്ടു കഴിഞ്ഞാൽ അത് പുറകോട്ട് വരാം. തീർച്ചയായിട്ടും പുറകോട്ട് വന്ന് അത് ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്ത് വന്ന് കഥയിലേക്ക് വരാം. അത് ചുരുക്കമാണ്, പക്ഷെ അത് അങ്ങനെ സംഭവിക്കാറുണ്ട്, തീർച്ചയായും സംഭവിക്കാറുണ്ട്. എൻ്റെ അനുഭവത്തില് ഞാൻ കഥകൾ എഴുതുമ്പോൾ ഒരിക്കലും എൻഡിങ് എന്താണെന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കാറില്ല. കഥ ഗീത മാം മ്യൂട്ട് ചെയ്യണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പോൾ വളരെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ കഥയുടെ അവസാനത്തെ വാചകം നമ്മൾ ആദ്യം മനസ്സിൽ കാണുകയുള്ളൂ. എൻ്റെ രീതി, ഞാനൊരു തീമാണ് മനസ്സിൽ സങ്കല്പിക്കുന്നത്. ഇന്ന ഒരു ആശയം എനിക്ക് പറയണം. അപ്പം അതിന് പറ്റിയ തീം എന്താണ്, അതിന് പറ്റിയ കഥാപാത്രങ്ങൾ ആരാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ മനസ്സിൽ കുറേയേറെ നാളുകൾ മനസ്സിൽ ഒരു കഥ കൊണ്ട് നടന്നതിന് ശേഷമാണ് കഥ എഴുതുന്നത്. പെട്ടെന്നൊരു ദിവസം കയറിയിരുന്ന് കഥ എഴുതുകയല്ലല്ലോ. ആ കഥ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിക്കും ആ കഥ. അതിനുശേഷമേ എഴുതാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. കഥ സ്വയം വികസിച്ച് വരുന്ന ഒരു രീതിയാണ് എനിക്ക് അനുഭവപ്പെടാറുള്ളത്. എൻ്റെ കഥയിൽ അത് ഒരു കോർ പോയിന്റ് ഉണ്ടായിരിക്കും. അതിലോട്ട് ചെന്ന് ചേരുന്ന വഴികൾ പലപ്പോഴും മാറി മാറി വരും. പക്ഷെ ഒരു എൻ പോയിന്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കോർ പോയിന്റ് ഉണ്ടാവും. അതിനെ ചുറ്റി അതിനെ ഇങ്ങനെ ചുറ്റിയായിരിക്കും കഥയുടെ എഴുത്ത്. അത് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഞാനത് പറയാം, നേരത്തെ പറഞ്ഞപ്പം വിട്ടുപോയത്. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ കൂട്ടായ്മ പോലെ ഉണ്ട്. 1-2 മാസം കൂടുമ്പോൾ ഒന്ന് സംസാരിക്കാനുള്ള, നമ്മുടെ കഥകളെ പറ്റി
ഒന്ന് ചിലപ്പം ചർച്ച ചെയ്യും. അത് എഴുതി കഴിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കഥയോ കവിതയോ ആരെങ്കിലും കൊണ്ടുവരുന്നു. അപ്പം അങ്ങനെ ഒരു ചെറിയ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അന്യോന്യം എങ്ങനെയാണ് ഒരു ആദ്യ വായനയിൽ അവർക്ക് തോന്നിയത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഇതിലേക്ക്. അപ്പോൾ അതിന് ഇവിടെയാണ് വേണു, അതുപോലെ ജോണിയേട്ടൻ, സിനിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത് ഞാനൊന്ന് പറഞ്ഞു. അതൊക്കെ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കഥയുടെ ഇതിലേക്ക് വന്നപ്പോൾ. കഥ എഴുതാനുള്ളതല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതൊന്ന് വിലയിരുത്തപ്പെടാൻ, എങ്ങനെ അത് വായിക്കപ്പെടുന്നു എന്നറിയാൻ നമുക്കൊരു താല്പര്യമുണ്ട്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. താങ്ക് യു. പിന്നെ സാംസി സാറിനോട് ഒരു ചോദ്യം കൂടെ. അതായത് ഒത്തിരി കഥാപാത്രങ്ങളെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത് അതിനെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ എഴുതി. ഇപ്പം ഉദാഹരണത്തിന് വിശുദ്ധ കുഞ്ഞാപ്പി അറിയാവുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ഈ നാട്ടിൽ തിരിച്ച് വിശുദ്ധ കുഞ്ഞാപ്പി എഴുതിയിട്ട് തിരിച്ച് അദ്ദേഹം വായിക്കുന്ന ആളല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വായിക്കുന്ന ആളായിരുന്നെങ്കിൽ അങ്ങനെ ആരെങ്കിലും കഥാപാത്രങ്ങളായിട്ട് സംബന്ധിക്കേണ്ടി വന്നിട്ടുണ്ടോ അതിനുശേഷം? അല്ല, അങ്ങനെ നമ്മൾ ഒത്തിരി കഥാപാത്രങ്ങളെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അവരുടെ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ മാറ്റിയാണല്ലോ എഴുതുന്നത്. പക്ഷെ ഈ കുഞ്ഞപ്പി മരിച്ചു പോയത് കൊണ്ട് എനിക്ക് സുഖമായിട്ട് എഴുതാൻ കേട്ടോ. മക്കള് പ്രശ്നം ഉണ്ടാക്കുകയല്ലായിരിക്കും. അല്ല, മക്കളില്ല. ഇല്ല, അതായത് എഴുതാൻ പറ്റിയ പല തീമുകളും മനസ്സിൽ വരും. പക്ഷെ അവരെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് കഴിഞ്ഞ് ഇവരെ പോയി ഫേസ് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എഴുതാൻ പറ്റില്ല. ബിജോ പറഞ്ഞ മാതിരി തുറന്ന് എഴുതണം. അവരുടെ മുഖത്തിന്റെ കളർ മാറ്റണം, അവരുടെ മുഖത്തിന്റെ കളർ മാറ്റണേ. താങ്ക് യു സോ മച്ച്. എഴുത്തും വായനയും പരസ്പരം രണ്ടും തപസ്സാണ്. വായന എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. എഴുത്തുപോലെ തന്നെ വളരെയധികം ഏകാഗ്രതയും തപസ്സും ആവശ്യമുള്ള ഒരു കാര്യമാണ് വായന. എഴുത്തും വായനയും പരസ്പര പൂരകമാണ്. ഒരു നല്ല വായനക്കാരന് നല്ല എഴുത്തുകാരനും നല്ല വായനക്കാരനും നല്ല എഴുത്തുകാരനും അവിഭാജ്യ ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ്സാര കാര്യമല്ല. ഈ പറഞ്ഞ ബിജോയുടെ പല പോയിന്റിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി തിങ്. നമ്മൾ നിസ്സാരമാണെന്ന് വിചാരിക്കും, പക്ഷെ നിസ്സാരമല്ല. നമ്മളത് ശരിക്കും അതിൻ്റെ മഹാരഥന്മാരുമായിട്ടൊന്ന് കൈപിടിച്ചു നോക്കണം. അന്നേരം അറിയാം നമ്മുടെ കൈയുടെ ദുർബലത. അപ്പം എഴുത്തെന്ന് പറയുന്നത് അത് വലിയ ഒരു 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 ബിഗ് തിങ്. എഴുതുന്നവരെല്ലാം അങ്ങനെ ബിഗ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ എഴുത്തിൽ പീക്കിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് അവരുമായിട്ട് നമ്മളൊന്ന് പരിചയപ്പെടണം. അപ്പോൾ അങ്ങനെ ഇപ്പം ചുമ്മാ അവർ ലൈക്ക് അടിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണം ചെയ്യില്ല. പലപ്പോഴും വലിച്ചുകയറി ഒട്ടിക്കുന്നവരായിരിക്കും നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത്. വലിച്ചുകയറി ഒട്ടിക്കുന്നവരുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ അവർ ഈസി ആയിട്ട് നമ്മൾ നല്ലതാണെന്ന് അവർ പറയില്ല. അപ്പം ഇതൊരു തപസ്യയായിട്ട് എടുക്കുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. മറ്റുള്ളവർ മണ്ടനാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ബോധ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നിലകൊള്ളുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് സമയമാകുന്നു. അതെ, ഒരു 9:10 CST 10 ന്യൂയോർക്കിൽ 11 മണിയായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ആരെങ്കിലും ലാസ്റ്റ് വൺ. ഹലോ, കേൾക്കാവോ? കേൾക്കാം. നിർമ്മല പറഞ്ഞോളൂ. നിർമ്മലയാണ് കാനഡയിൽ നിന്ന്. എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്, സോറി കേട്ടോ. ഈ 3 പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ 3 പേരുടെയും കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാലിനിയുടെ പാപനാശിനിയുടെ തീരത്ത്, അതേപോലെ സാംസിയുടെ പ്രവാസികളുടെ പുസ്തകം, അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അതേപോലെ ബിജോയുടെ വേട്ടക്കിറങ്ങിയ മാനുകളാണെന്ന് എനിക്ക് തോന്നുന്നു. 2020 ലാനയ്ക്ക് ടെക്സസിൽ വന്നപ്പോ ചന്ദ്രഭഗവാരെ വായിക്കാനിടയെ ഗംഭീരമായ കഥ. ആ ഒരു കഥയും ഞാൻ ബിജോയുടെ വായിച്ചായിട്ട് എന്റെ ഓർമ്മയിലുള്ളൂ. ഇതൊക്കെ തെളിയിക്കും നിങ്ങളെല്ലാം നല്ല കഴിവുള്ള എഴുത്തുകാരാണ്. അഭിനന്ദനങ്ങൾ. ഈ പുസ്തകങ്ങൾക്ക് എല്ലാ വിജയാശംസകളും. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ എഴുത്തെന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ഒരു യാത്രയാണ്. കുറച്ച് സ്ട്രെസ് ഉള്ള ഒറ്റപ്പെട്ട ഒരു യാത്രയാണ്. ആ യാത്ര കഴിഞ്ഞ് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇനിയിപ്പോ ഇത് സെലിബ്രേഷന്റെ സമയമാണ്. അതുകൊണ്ട് എൻജോയ്. ഇനി ഇതിന്റെ സ്ട്രെസ് ഇല്ലാതെ വായനക്കാർക്ക് വിട്ടുകൊടുക്കുക. ഇത് ഒരുപാട് ദൂരം പോകും. എല്ലാ വിജയാശംസകളും നേരുന്നു. ഞാൻ ഈ പുസ്തകം 3 പുസ്തകങ്ങളും വാങ്ങിക്കാം. താങ്ക് യു. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാലോ അല്ലേ ജേക്കബ്? ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നവംബർ 1, 2, 3 തീയതികളിലേക്ക് ന്യൂയോർക്കിലേക്ക് ക്ഷണിക്കുകയാണ്.
നിങ്ങൾക്ക് വേണ്ടി അവിടെ താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പൈസ കൊടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കുറേ പേരും കൂടി ഇല്ലെങ്കിൽ ആ സമ്മേളനം അത്ര വിജയകരമാകില്ല. ഹരിദാസ് തങ്കപ്പൻ്റെയും മറ്റൊക്കെ സുന്ദരമായൊരു ഏകാംഗമുണ്ട്. ഗീത ചേച്ചി ഓൾറെഡി തന്നെ, ചേച്ചിയെന്ന് വിളിക്കുന്ന ക്ഷമിക്കണം കേട്ടോ, ഗീത ഓൾറെഡി തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കിട്ടി. അവിടെ സാംസിയനോട് പറഞ്ഞു എല്ലാവരും വരണം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അത് ഈയൊരു അപേക്ഷ സ്വീകരിക്കണം. അതുപോലെ തന്നെ എൻ്റെ പ്രസിഡന്റ് ജോസ് ഇബ്രാഹിം ഓച്ചാലിൽ എവിടെ ഉണ്ട്, തീർച്ചയായിട്ടും വരണം. അങ്ങനെ പലരും ആളച്ചയിൽ വന്ന് അത് വിജയിപ്പിക്കണം എന്നുള്ള അങ്ങേറ്റ ആഗ്രഹമുണ്ട്. ബിന്ദു ടി ജി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെയാണ് നാടകങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ സന്തോഷ് പാല സന്തോഷ് പാല അല്ല, നമ്മുടെ സന്തോഷ് ഈ സന്തോഷ് ആണ് പിന്നെ ഇതിന് പ്രധാന നമ്മുടെ മുഖ്യ അതിഥി. അദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞു, അദ്ദേഹം ടിക്കറ്റ് ബുക്ക് ചെയ്ത് തീർച്ചയായിട്ടും വരും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും വരണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. താങ്ക് യു ജയമാത്യു സാർ. അവസാനിപ്പിച്ചിട്ട് വർത്തമാനം പറയാതെ നമുക്ക് നന്ദി വാക്ക് പറയേണ്ടത് ഹരിദാസ് ആണ്. ദയവായി ഹരിദാസ് മുന്നോട്ട് വന്ന്. അതെ, സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ താങ്ക് യു സാർ. സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ പേരെടുത്ത് പറയാൻ നമ്മുടെ പ്രധാന അതിഥികൾ എന്ന് വിളിക്കാൻ പറ്റില്ല, നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ്. നമ്മുടെ എഴുത്തുകാരായ സാംസി കൊടുമൺ, മാലിനി, ബിജോ ജോസ് ചെമ്പ്രാന്ത്ര, അവരുടെ പുസ്തകങ്ങളാണ്, അല്ലെ അവരുടെ എഴുത്തിൻ്റെ വഴികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അവർക്ക് പ്രത്യേകം കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അവരെ പരിചയപ്പെടുത്തിയ ശ്രീ ജെ മാത്യു സാറ്, മാജി ഓടംവേലിൽ, സിനി പണിക്കർ, ഇവർക്കും പ്രത്യേകം നന്ദി. ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് ഹോസ്റ്റ് ചെയ്ത് അവതാരകനായി വന്ന നമ്മുടെ ജേക്കബ് ജോൺ സാറിന് പ്രത്യേകം നന്ദി. എല്ലാവരും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഇത് ശ്രവിച്ച് ഈ ചോദ്യോത്തര വേളകളിലെല്ലാം പങ്കെടുത്ത് എല്ലാ സഹൃദയരായിട്ടുള്ള ആൾക്കാർക്കും, എഴുത്തുകാർക്കും, ഞങ്ങളുടെ സുഹൃത്തുക്കളും ലാന മെമ്പേഴ്സിനും എല്ലാവർക്കും പ്രത്യേകം ഇതൊരു വിജയമാക്കി തീർത്തതിന് നന്ദി, വളരെയധികം നന്ദി. അതിനോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, KLS അടുത്ത ശനിയാഴ്ച, അതായത് 17-ാം തീയതി രാവിലെ 9:30 മുതൽ ഒരു അക്ഷരശ്ലോക സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ചിലർക്കൊക്കെ ഒരു പുതുമയായിരിക്കും, അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ അന്താക്ഷരിയൊക്കെയാണ് പോപ്പുലർ, അല്ലെ കാവ്യകേളിയാണ് പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷെ ഇത്തവണ കൂടുതലും മലയാളം ശ്ലോകങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ തന്ന് വളരെ കഴിവുള്ള ഉമേഷ് നരേന്ദ്രൻ എന്ന് പറയുന്ന അമേരിക്കയിൽ തന്നെയുള്ള ആളാണത് ഹോസ്റ്റ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും പേഴ്സണലായിട്ട് അവിടെ വരുന്നുണ്ട്. ഹൈബ്രിഡ് രീതിയിലാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരു മീറ്റിങ്ങും ഉണ്ടാവും, അതോടൊപ്പം ഓൾ ഓവർ ദ വേൾഡ് എല്ലാവർക്കും സൂമിൽ പങ്കെടുക്കാനും സാധിക്കും. അപ്പം അതിന് ഞാൻ ഈ വന്നിരിക്കുന്ന എല്ലാവരെയും, ലാന മെമ്പേഴ്സിനെ എല്ലാവരെയും പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. KLSന്റെ സെക്രട്ടറി എന്നുള്ള സ്ഥിതിക്ക് എന്ന നിലയ്ക്ക് ഒന്നുകൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും കേരള ലാന ഡേ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. ഔദ്യോഗികമായിട്ട് ഈ പരിപാടി അവസാനിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.